ഹലോ ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ. കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഭാഗമായിട്ട് വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ നമ്മൾ സൈക്കോളജി, കൗൺസിലിംഗ്, അതല്ലെങ്കിൽ പാരന്റിങ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ നമ്മൾ അവയർനെസ് സെഷനുകൾ, വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് പുതിയൊരു വിഷയവുമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ തുടങ്ങാൻ ഒരു പൊടി വൈകിയിട്ടുണ്ട്. അതിലുള്ള ക്ഷമ ആദ്യമേ ചോദിക്കുകയാണ്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെയും അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും കൃത്യമായിട്ടുള്ള അവയർനെസ് നൽകിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് നൽകിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സ്കില്ല് നൽകിക്കൊണ്ട് അവർക്ക് സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ ഓരോ വിഷയങ്ങളെയും നേരിടാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വെബിനാറുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഓരോ രക്ഷിതാക്കളും വളരെ ആശങ്കയോടെ എങ്ങനെയാണ് തങ്ങളുടെ മക്കളെ വളർത്തേണ്ടത്, അവരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, അവരോടൊപ്പം എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പോലും പലർക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാരന്റിങ്ങിന്റെ ഒരു സീരീസ് തന്നെ നമ്മൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഫോൺ അഡിക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുട്ടികളിലെ സ്ട്രെസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് കുട്ടികളെ അനുസരണ എന്നുള്ള ഒരു വിഷയത്തിൽ, കുട്ടികളിലെ അനുസരണ എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിംബിൾ അക്കാദമിയുടെ പാരന്റിങ് സെഷനുകൾക്ക് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ യൂനിസ് സാറാണ് നമ്മുടെ ഈ ഒരു പാരന്റിങ് സീരീസിന് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. യൂനിസ് സാറ് എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മെറ്റേര ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിലി മാരേജ് ഗൈഡൻസ് കൗൺസിലറാണ്, അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. വിംബിൾ അക്കാദമിയിലെ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, സെക്ഷുവാലിറ്റി ഇൻ മാരേജ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോൾ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പാരൻസിനെ അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഒക്കെ അവയർനെസ് കൊടുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു പാരന്റിങ് സീരീസ് തന്നെ നമ്മൾ ആരംഭിക്കുകയും അതൊരു വർക്ക്ഷോപ്പായിട്ട് നമ്മൾ ആരംഭിക്കുകയും ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും പാരൻസിനും എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനിസ് സാറിന് വളരെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോക്ടർ യൂനിസ് സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാരന്റിങ്ങിന്റെ പലതരത്തിലുള്ള ടോപ്പിക്സ് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഫ്രീ വെബിനാറുകളിൽ കൂടുതൽ യൂസ്ഫുൾ ആക്കുക. അതിൽ ഒരുപാട് തെറാപ്പീസ് പറയുക, അതിങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളതിന് പകരം ഇൻ ഡെപ്തിൽ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വിഷയങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കാരണങ്ങൾ അറിയാതെ നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഇല്ല. കാരണങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് കുട്ടികൾ ഈ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തതായിക്കോട്ടെ, കുട്ടികൾ എന്തുകൊണ്ട് അഡിക്ഷൻ ഉണ്ടാവുന്നു, അഡിക്ഷൻ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം, നമ്മുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ അഡിക്ഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു, സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് ഓൾറെഡി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കുട്ടികളുടെ ഒരു പാരന്റിങ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, കുട്ടികളെ നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം,
എന്ന് പറയുന്ന ഒരു പോയിന്റിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ഒരു ധാരണ ഇല്ലാതെയാണ് പലപ്പോഴും പാരന്റ്സ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സീരിയസ്നെസ് പലപ്പോഴും മനസ്സിലാക്കാറില്ല. അപ്പൊ ആ സീരിയസ്നെസ് മനസ്സിലാക്കാത്തതിനെ കൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് കുട്ടികളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അനുസരണ ഇല്ലായ്മ. പറഞ്ഞാൽ കേൾക്കൂല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. തീരെ പറഞ്ഞാൽ കേൾക്കൂല, പറഞ്ഞാൽ എന്തായാലും മനസ്സിലാവൂല, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂല, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കമാൻഡുകൾക്ക് എതിരായിട്ടാണ് കുട്ടികൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് കാണിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നില്ല, പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പെക്ട് തരുന്നില്ല. അവൻ അവൻ്റെതായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾ അവളുടേതായ ഒരു കാര്യം ചെയ്യുന്നു, നമ്മുടെ വിഷമങ്ങളൊന്നും കാണണ്ട, നമ്മളെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൻസ് ആണ് പറയാറുള്ളത്. നമുക്കും മക്കളുള്ള പാരന്റ്സിന് അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന ആളുകൾക്ക്, മക്കളുള്ളവർക്കൊക്കെ അതിന്റെ ഏകദേശം ധാരണകളൊക്കെ ഉണ്ടാവും. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളുടെ മിസ്റ്റേക്കിലാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പൊ എന്ത് മിസ്റ്റേക്ക് ആണ്, എവിടുന്നാണ് ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത്, അതാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുസരണം. പലപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അനുസരിപ്പിക്കുക. അപ്പൊ അനുസരിപ്പിക്കുക എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരു ഭരണം ആവശ്യമാണ്, ഒരു അതോറിറ്റി ആവശ്യമാണ്, അല്ലെ? അപ്പൊ ഒരു അതോറിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ പറ്റാറില്ല. ഞാൻ നാളെ രാവിലെ ഞാൻ നേരത്തെ എണീക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നാളെ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അനുസരിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അല്ലെങ്കിൽ നാളെ തീരുന്നതിന് മുമ്പ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കും. അപ്പൊ അവിടേക്ക് എത്തുന്ന സമയമാകുമ്പോഴേക്കിന് അതിപ്പോ ഇന്ന് ചെയ്തില്ലെങ്കിലും നാളെ ചെയ്യാം, നാളെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും നമുക്ക് നമ്മളെ അനുസരിപ്പിക്കാൻ പറ്റുന്നില്ല. അഡ്വൈസേഴ്സ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടേയിരിക്കും, അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാട്ടോ, അത് കിട്ടിയാലേ നമുക്ക് ഇതൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, എയിം വെച്ചിട്ടുണ്ടാവും, ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അങ്ങോട്ടേക്കാണ് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റാറില്ല. അപ്പൊ നല്ലൊരു ശതമാനം ആളുകൾക്കും അതിന്റെ തോൽവി, അതിൽ പരാജയം വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ എക്സിക്യൂട്ട് ചെയ്യാൻ വിചാരിച്ച ആ ഒരു സംഭവത്തെ പൂർത്തീകരിക്കാൻ സെൽഫിനെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ അനുസരിപ്പിക്കാൻ ഇച്ചിരി പാടാണ് ശരിക്കും. കാരണം ആകെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മളെ തന്നെ മാത്രമാണ്. നമുക്ക് വേറെ ആരെയും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം. കാരണം മറ്റൊരാളെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കേണ്ട അയാൾ തന്നെ വിചാരിക്കണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അയാളുടെ ഉള്ളിലോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾ സ്വീകരിക്കാൻ തയ്യാറായാലേ, അക്സെപ്റ്റൻസ് അല്ലെ, ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാലാണ് അയാളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാൻ വരാൻ ഉദ്ദേശിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ഒരാള് അത് എന്തും പറഞ്ഞോ, ഞാൻ അതൊന്നും കേൾക്കൂല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ വേദം ഓതി കൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അനുസരണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ആക്സെപ്റ്റൻസ് ആണ്. നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ അനുസരിപ്പിക്കാനും പറ്റും. ഇതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് ആദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആസ് എ പാരന്റ്, ആസ് എ ഗൈഡായിട്ട്, ഒരു ഗാർഡിയൻ ആയിട്ട്, ഒരു പാരന്റ് ആയിട്ട്, ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് കുട്ടികൾക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. കാരണം അങ്ങനെ വഴി കാണിക്കുക, നമ്മളിപ്പം പറയില്ലേ, നമ്മളൊരു വെളിച്ചമാണ്, അല്ലെ, മാതാപിതാക്കൾ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം മക്കളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന വെളിച്ചമായിരിക്കും മാതാപിതാക്കൾ എന്നൊക്കെ പണ്ട് മുതലേ പറയുന്നത് കേൾക്കാം. ശരിക്ക് പലപ്പോഴും അതിനെ ഉപമിക്കാറുള്ളത് മെഴുകുതിരിയുണ്ട്, നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് പോലെയാണ്. ഇപ്പൊ മെഴുകുതിരിന്റെ പ്രത്യേകത എന്താ? അത് കത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം തരും, എന്നിട്ട് സ്വയം ഉരുകിത്തീരും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും മാതാപിതാക്കളെ ഉപമിക്കാറുള്ളത്. സ്വയം ഉരുകി തീർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുക. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. സ്വയം ഉരുകി തീർന്നിട്ടല്ല മറ്റുള്ളവർക്ക് വെളിച്ചമാവേണ്ടത്, സ്വയം കൂടുതൽ വെളിച്ചത്തിലോട്ട് എത്തിച്ചിട്ട് മറ്റുള്ളവർക്ക് അതിന്റെ പ്രകാശം പരത്തി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോള്. കാരണം കുട്ടികളിലേക്ക് അനുസരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല ശരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ പ്രായം മുതലേ കുട്ടികളെ നമ്മൾ അനുസരിപ്പിക്കുന്നത് കമാൻഡിങ്ങിലൂടെയാണ്.
അല്ലെ? നമ്മളൊരു പെറ്റ്സിനൊക്കെ ഒരു നായനെ മേടിച്ചു കഴിഞ്ഞാൽ, പൂച്ചനെ മേടിച്ചാൽ സിറ്റ്, സ്ലീപ്പ്, റൺ എന്നൊക്കെ പറഞ്ഞു, വാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കമാൻഡുകളെ കൊടുക്കുക. നടക്ക്, ഇരിക്ക്, സംസാരിക്ക്, കളിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോ കമാൻഡുകൾ കൊടുത്തിട്ടാണ് അവരെ നമ്മളിങ്ങനെ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പെറ്റ്സിനെ നമ്മളിങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. അതേപോലെ തന്നെ കുട്ടികളെയും പലപ്പോഴും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെ? നീ അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു തരാം കേട്ടോ, നീ അത് സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു തരാം, നാളെ നീ സ്കൂളിൽ പോവുകയാണെങ്കിൽ നീ വരുമ്പോൾ ഇത് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. റിവാർഡ് കൊടുത്തിട്ടാണ് പലപ്പോഴും അനുസരണം കുട്ടികളെ ശീലമാക്കിക്കാറുള്ളത്. തുടക്കം മുതലേ, അല്ലെ? ചെറിയ കുട്ടികളാകുന്ന മുതലേ കുട്ടികൾക്ക് നമ്മൾ ചില രീതിയിലുള്ള ഒരു എന്താ പറയാ സാധനങ്ങൾ റിവാർഡായിട്ട് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യണം, അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിച്ചു തരാം, സ്കൂളിൽ പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ നിനക്കൊരു സാധനം തരാം, അല്ലെ? നീ കരയാണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു സാധനം തരാം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ അതിനെങ്ങനെ ട്രാക്ക് ചെയ്യാറുള്ളത് റിവാർഡ്സ് കൊടുത്തിട്ടാണ്. അപ്പൊ കുട്ടികൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡൻസ് ആയിട്ടാണോ കാണുന്നത്, പാരന്റ് ആയിട്ടാണോ കാണുന്നത്, ഗാർഡിയൻ ആയിട്ടാണോ കാണുന്നത്? അല്ല, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കാണുന്നത്, അല്ലേ? നമ്മൾ അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലല്ല അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നത്. അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നത് നമ്മൾ എന്തൊക്കെയോ കൊടുക്കാം, ഓഫറിങ്സ് ആണ്. ഈ ഓഫർ കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ അവർ ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ കുട്ടികളെ നമ്മൾ അനുസരിപ്പിക്കുന്ന പലപ്പോഴും കമാൻഡിങ്ങിലൂടെ, ഇത്തരം കമാൻഡിലൂടെ നമ്മൾ ഇങ്ങനെ കൊടുത്ത് അവരനുസരിപ്പിക്കാറുണ്ട്. അപ്പൊ ശരിക്ക് ഈ കമാൻഡിങ് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോഡലിംഗ് ആണ്. കാരണം അനുസരണം എന്ന് പറയുന്ന സംഭവം എല്ലാം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അനുകരണം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെ? അനുകരണം എന്നൊരു പ്രോസസ്സാണ് ഇമിറ്റേഷൻ. അപ്പൊ കുട്ടികൾക്ക് ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മോഡലിംഗ് വേണം. നമ്മൾ നല്ലൊരു മോഡലായിട്ട് അവർ മുമ്പിൽ ഇരുന്നാലേ അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതാണ്, നമ്മൾ നല്ലൊരു വെളിച്ചമായിട്ട് പ്രകാശിച്ചാലേ ആ പ്രകാശം കൊണ്ട് അവർക്ക് മുന്നോട്ട് നടക്കാനുള്ള വഴികൾ കാണാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഏതോ ഒരു ഇരുട്ടിൽ നിന്നിട്ട് അവർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഇരുട്ടിലോട്ടേ വരുള്ളൂ, വെളിച്ചത്തിലോട്ട് അവർ പോവില്ല. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അങ്ങോട്ടേക്കേ മക്കൾ വരുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ ഫസ്റ്റ് നമുക്ക് തുടങ്ങാനുള്ളത്. അതായത് എപ്പോഴും ഒരു കുട്ടികളെ എന്തുകൊണ്ട് അനുസരണം ശരിയാവുന്നില്ല, കുട്ടികൾ നമുക്ക് പറഞ്ഞാൽ അവരെന്തുകൊണ്ട് കേൾക്കുന്നില്ല, നല്ല കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്, എന്തുകൊണ്ട് അവർ ചെയ്യാത്തത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ചേഞ്ചിങ് ഓഫ് പാരന്റിങ് സ്റ്റൈലാണ്. അതായത് നമ്മുടെ ഒരുപാട് ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാരന്റ്സ് നന്നായിട്ട് സ്ട്രിക്റ്റ് പാരന്റ്സ് ആവുന്നു, ഒരുപാട് റൂൾസ് കൊടുക്കുന്നു, ഇതിന്റെ ബൗണ്ടറീസ് ഒക്കെ ഒരുപാട് കൊടുത്ത് റെസ്ട്രിക്ട് ചെയ്തിട്ട് വളർത്തുന്ന മക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് എന്തേ കാണാൻ പറ്റുക? അവര് അനുസരണം എന്നുള്ളത് കമാൻഡിങ്ങിലൂടെ കിട്ടിയതാണ്. പേടി, ഒരു ഇമോഷൻ ഉണ്ടാവും അവിടെ. ചിലപ്പോൾ ഒരു പേടിയായിരിക്കും, മിക്കവാറും പേടിയാവാനാണ് സാധ്യത, നന്നായിട്ട് ഭയം. ആ പേടിയിൽ നിന്നാണ് അവർ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേടി അവർക്ക് നഷ്ടപ്പെടുന്നതോടെ തന്നെ അനുസരണ ഇല്ലാണ്ടായി തുടങ്ങും. അപ്പൊ അനുസരിക്കുന്നത് എന്തിനെ കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യമായിട്ട് ഇവിടെ പറഞ്ഞത്. എന്തിന്റെ ഇന്റൻഷനിലാണ് കുട്ടികൾ അനുസരിക്കുന്നത്? നമ്മളെ എന്തെങ്കിലും റിവാർഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അനുസരിക്കുന്നത്? അവർക്ക് അനുസരണശീലം ഉണ്ടാവില്ല, അവർക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്കൊക്കെ എന്തെങ്കിലും കിട്ടുക. അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ പറയും, അമ്മ ഇങ്ങനെ കൂടുതൽ നിർബന്ധിക്കാൻ ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയും. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിവാർഡ് കൊടുക്കുന്ന ഒരാളുകളാണ് ഇവർ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ റിവാർഡ് കിട്ടുന്നതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. റിവാർഡ് എന്തോ കിട്ടാനുണ്ട്, ഒരു സമ്മാനം കിട്ടാനുണ്ട്, എന്തെങ്കിലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടാനുണ്ട്, എക്സാം പാസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാനുണ്ട്. അല്ലാതെ ഞാൻ എക്സാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നോ, എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഗുണം എനിക്കാണെന്നോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നോ, അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നോ എന്നുള്ള ഒരു ധാരണയും ഒരു മോഡലിങ്ങും നമ്മളോട് കൊടുക്കുന്നില്ല. മറിച്ച് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ചെയ്തുതരാം, അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ അങ്ങനെ ഒരു ജെന്റിൽ ടൈപ്പ് ഓഫ് പാരന്റിങ് കൊടുക്കും. കുട്ടികൾ മനസ്സമാധാനത്തോടെ ചെയ്തോട്ടെ എന്നൊരു ഗിഫ്റ്റും കൊടുക്കാം, അപ്പൊ ഒരു ഹാപ്പി ആവും. ഇതാണ് ഒരു മാതാപിതാക്കളുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ കുട്ടികൾ അത് റിസീവ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല, ഞാൻ ചെയ്തോളാം, പക്ഷെ എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടും, ആ ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ അത് ചെയ്തോളാം, അല്ലെ? അപ്പോ ഒരു വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടൂ എന്നുള്ളത് കുട്ടി മെല്ലെ ഞാൻ ശ്രദ്ധിച്ചു നോക്കും. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നേ. ഇപ്പൊ ചിലപ്പോൾ കുട്ടിയെ വിളിക്കുക, വെള്ളം എടുത്തുകൊണ്ട് വന്ന കുട്ടിക്ക് എന്താ ഉപകാരം? ഇതാണ് കുട്ടി ചിലപ്പോൾ ആലോചിക്കാം.
അല്ലെങ്കിൽ കുട്ടിയോട് എന്തെങ്കിലും കാര്യം ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് ഉപകാരം? കാരണം കുട്ടിയുടെ ഉപകാരങ്ങളാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുത്തിരുന്നത്. അതൊരു സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ലിമിറ്റേഷൻസ് കൊടുത്ത് ഒന്നും ചെയ്യിക്കാതെ ഒരുപാട് റൂൾ കൊടുക്കുന്നു. എല്ലാത്തിനും പെർമിഷൻ ചോദിക്കണം, എല്ലാത്തിനും ഇങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളും മാനിക്കണം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠനത്തിനും സമയം മറ്റതിനും സമയം ഓരോന്നും ടൈമൊക്കെ കൊടുത്ത് ഒരുപാട് സ്ട്രെസ് കൊടുത്ത് ആ കുട്ടികൾ ലിമിറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ആ ലിമിറ്റേഷൻസിനോടുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും? പേടിയായിരിക്കും. ഇമോഷന് പേടിയായിരിക്കും. ആ പേടിയിൽ നിന്നാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? അവര് ആ കാര്യത്തെ അനുസരിക്കുന്നത്. അതായത് അനുസരണം എന്ന് പറയുന്നത് പലപ്പോഴും സെൽഫിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഒബേ ചെയ്യേണ്ടത് ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല അവര് അനുസരിക്കുന്നത്. ആ അനുസരണം വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലെ ഫോക്കസിലാണ്. അങ്ങനത്തെ കുട്ടികളിൽ നിന്ന് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അനുസരണം ഇല്ലാണ്ടായി തുടങ്ങും. അപ്പൊ പിന്നെ എല്ലാ പാരന്റ്സും പറയുന്ന കാര്യമാണ്, ചെറുപ്പത്തിലൊക്കെ നല്ല കുട്ടിയാണ്, പറഞ്ഞാൽ എല്ലാം കേൾക്കും, പിന്നെയാണ് ആകെ നാശമായിരുന്നു പറയും. പിന്നെ എങ്ങനെ നാശമാവാതിരിക്കുക? ചെറുപ്പത്തിൽ ഈ കുട്ടികൾ ഇവർക്ക് ഇതിൽ വേറെ ലോകമില്ല, ഇതൊക്കെ തന്നെയാ ലോകം. അപ്പൊ അവരുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ ഇതൊക്കെ തന്നെയാ ശരിയെന്ന് വിചാരിച്ചിരിക്കുന്നത്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ സ്കൂളിൽ പോയി കുറച്ചൊന്ന് വലുതായി തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി ഇതല്ല, ഇന്നെ കുറെ പറ്റിക്കായിരുന്നു. പിന്നെ കുറെ പറ്റിക്കായിരുന്നു തോന്നിക്കഴിഞ്ഞാല് പിന്നെ അവർ അതിനങ്ങ് ബ്രേക്ക് ചെയ്യാൻ നോക്കും. കാരണം അവിടെ ലൈഫിൽ അവർക്കൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷന് ലൈഫിൽ കാണുന്നില്ല. ചില പേരൻസ് അവർക്ക് എന്തും വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തും അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം കൊടുത്ത് വളർത്തുന്ന കുട്ടികളുണ്ട്. അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അവരും ലിമിറ്റഡ് ആണ് ശരി. കാരണം അവർ സെൽഫിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. അവർക്കൊന്നും അറിയാതെയാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫെയിലർ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആസ് എ പാരന്റ് നമ്മൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഉള്ളില് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരുന്ന കാര്യങ്ങളാണെന്നുള്ളൊരു ധാരണയ്ക്ക് തന്നെയാണ്, പ്രോഗ്രാമിലേക്കാണ് അത് മാറുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാം ആകുന്നതിനെ കൊണ്ട് ലൈഫിൽ എപ്പോഴെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ കുറ്റങ്ങളാണ്. അപ്പൊ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് പൈസ ചോദിച്ചു, പാരന്റ്സ് തരുന്നില്ല, ദേഷ്യമാണ്, പകയാണ്, വെറുപ്പാണ്. അപ്പൊ അനുസരണമല്ല, ഇത്രയും കാലം കുട്ടികൾക്ക് എല്ലാം കൊടുത്തോണ്ടാണ് അവരനുസരിച്ചുകൊണ്ടിരുന്നത്. ഏതോ ഒരു കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആ കൊടുക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഇവർ അനുസരണം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടത്. കാരണം അതുവരെ അവർ അനുസരിച്ചത് നമ്മളെ അല്ല, അവർക്ക് വേണ്ടിയല്ല അവരനുസരിച്ചത്, നമ്മൾ എന്തൊക്കെയോ കൊടുത്തോണ്ടിരിക്കുന്നോണ്ട് അവരനുസരിച്ച് അവരതിനെങ്ങനെ മാനേജ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. അപ്പൊ അനുസരണം എന്ന് പറയുന്നത് ഒരാളിൽ നമ്മൾ ഒരു എന്താണ് റെസ്പെക്ട് ഉണ്ടാക്കുന്നതിന് തുല്യാലേ. നമുക്ക് ഒരാൾ റെസ്പെക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയും, ഒരാൾ സ്നേഹം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയും, റെസ്പെക്ട് വാങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. ഡിസിപ്ലിൻ നമുക്ക് ഇങ്ങനെ ജന്മനാ കിട്ടുന്ന ഒരു സാധനമല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം എന്ന് പറയും. ഇങ്ങനൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒബീഡിയന്റ് ആവുക. ഒബീഡിയന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അനുസരണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കല്ല അതിനെ കൊണ്ടുവരേണ്ടത്, കോൺഷ്യസ് ആവുക എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യം പാരന്റ് എന്നെക്കാളും പ്രായമുള്ള ഒരാളാണ്, അവർ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്. അവർ പറയുമ്പോൾ, ടീച്ചേഴ്സ് പറയുമ്പോൾ ഞാൻ കേൾക്കണം, പാരന്റ്സ് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, അത് കേട്ടിട്ട് അതിൽ നല്ലതാണെങ്കിൽ ഞാനത് എടുക്കണം, നല്ലതല്ലെങ്കിൽ അവരത് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് എപ്പോഴേ അത് അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. എപ്പോഴാണ് ഇപ്പൊ നമ്മളൊക്കെ ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അത് പോയേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യൽ ട്രോമയിൽ ഇരിക്കുകയായിരിക്കും, ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ നാളെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് എന്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരാൾ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 10 മണിയല്ല 9:45 അവിടെ പോയിരിക്കും. കാരണം നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അത് എന്നുള്ളത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ വന്നിരിക്കുന്നത്. നേരെ മറിച്ച് അത് വേറൊരാൾ നമ്മളെ ഏൽപ്പിക്കുകയാണ്. എടാ ഇങ്ങനെ എന്തായാലും പോകണട്ടോ, നിർബന്ധമാണെങ്കിൽ 10 മണിക്ക് എത്തിയില്ലെങ്കിൽ നഷ്ടമാവും, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ഒന്നുകിൽ 10 മണിക്ക് എത്താൻ കാത്തുക്കും, ഇല്ലെങ്കിൽ അത് 10 എന്നുള്ളത് 10:30 മാറും. കാരണം ടൈമിന്റെ വാല്യൂ നമുക്ക് അത് എനിക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്, എന്താണ് ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഉപകാരം കിട്ടുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്റെ ടൈമിന്റെ സ്കെഡ്യൂൾ. അപ്പൊ ഇതന്നെയാണ് ലൈഫിൽ കുട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും പ്രത്യേകിച്ച് ധാരണ ഒന്നും വന്നിട്ടില്ല ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്. സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്, എന്തിനൊക്കെയോ സ്കൂളിൽ പോകുന്നു. വീട്ടുകാർ രാവിലെ തല്ലി അടിയിപ്പിക്കുന്നു, ബ്രഷ് ചെയ്യിപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നു, ബാഗ് പാക്ക് ചെയ്യുന്നു, എല്ലാം അവർ ചെയ്യുന്നു, എന്നൊരു സ്കൂൾ ബസ്സിലേക്കാണ് കയറ്റി വിടുന്നു.
ഈ ഇരിക്കുന്ന കുട്ടിക്ക് പ്രത്യേകിച്ച് ഇപ്പോഴും ധാരണയില്ല ഞാൻ എവിടേക്കാ പോകുന്നത്. സ്കൂളിൽ പോവാന്നറിയാം, എന്തിനാ പോകുന്നത്, പഠിച്ചിട്ട് എന്താണ് ഉപകാരം, ഒന്നും ധാരണയില്ല. അങ്ങനെ ആ സ്കൂൾ എത്തുന്നു, ടീച്ചർമാർ പറയുന്നത് കേൾക്കുന്നു, ടീച്ചർമാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് 10-ാം ക്ലാസ് കഴിയുമ്പോഴും നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അവയർനെസ് അവർക്ക് കിട്ടുന്നില്ല. നീ പഠിച്ചില്ലെങ്കിൽ നിനക്ക് പോയി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. നീ പഠിച്ചില്ലെങ്കിൽ നിനക്ക് പോയി, നീ ജോലി ചെയ്താൽ നിനക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ചില മാതാപിതാക്കൾ പറയുമ്പോഴും അവർക്ക് അതിന്റെ എക്സാക്ട് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഓക്കെ, കാരണം പലപ്പോഴും എന്റെ ലൈഫിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ വരുന്നുണ്ട്, ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പാരന്റ്സ് കൊണ്ടുവന്ന് തരുന്നുണ്ട്, ഫ്രണ്ട്സ് തരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. കിടക്കാനൊരു വീടുണ്ട്, കിടക്കാനൊരു ബെഡ്റൂം ഉണ്ട്, ഭക്ഷണം സമയാസമയത്ത് എത്തുന്നുണ്ട്. ഒരു സ്ട്രഗിളും ഞാൻ അറിയുന്നില്ല, ഒരു പ്രഷറും ഞാൻ അറിയുന്നില്ല, ഒരു ബുദ്ധിമുട്ടുകളും ഞാൻ അറിയുന്നില്ല. സോ പിന്നെ എന്തിനാ ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് ചോദിച്ച പിള്ളേർ ഒരുപാടുണ്ട്. എന്റെ വീട്ടിലൊരു കഷ്ടപ്പാടില്ല ഡോക്ടറെ, എനിക്ക് അത്യാവശ്യം വാപ്പാനത്ത് ഒരുപാട് പൈസ ഉണ്ട്, അച്ഛൻ്റെ ഒരുപാട് പൈസ ഒക്കെ ഉണ്ട്, ഞാനൊരു ബിസിനസ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കോളാം, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും മറ്റൊരാളുടെ കയ്യിൽ പൈസ കണ്ടിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സ്വന്തമായിട്ട് എന്ത് വേണമെന്നുള്ളൊരു ബോധ്യം ആ കുട്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരാൾ എപ്പോഴാണ് അനുസരണമുള്ളത്. ഞാൻ എന്നെ അനുസരിപ്പിക്കാൻ തന്നെ എനിക്ക് എപ്പോഴാ പറ്റുള്ളൂ എന്നറിയോ? എനിക്ക് എന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ്, ഞാൻ എന്താ തിരിച്ചറിയുമ്പോഴാണ്. അപ്പൊ അതിന്റെ ഇല്ലാത്തതിന്റെ അതാണ് ഇവിടെ പാരന്റിങ്ങിലൂടെ നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചിങ് പാരന്റിങ് സ്റ്റൈൽസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രിക്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഭയങ്കരമായ ജെന്റിലായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഭയങ്കര സ്നേഹത്തോടെ മാത്രം പെരുമാറിക്കൊണ്ടും, ഇത് രണ്ടും അല്ലാത്ത ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് പാരന്റിങ്. കുട്ടികൾക്ക് അവയർനെസ് കൊടുത്തുകൊണ്ട്, അവർക്ക് ഓരോ പ്രോഗ്രാംസ് കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാനിപ്പോഴും പറയാം, കുട്ടികളെ നമ്മൾ വളർത്തേണ്ട ആവശ്യമില്ല, കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ഒരു കണക്ക് പറച്ചിലിൽ കഷ്ടപ്പെട്ട് വളർത്തി എന്നാ പറയാം. കാരണം വളരുന്ന ഒരു സാധനമാണ്. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് സൂര്യവെളിച്ചം വരണം, വെള്ളം കൊടുക്കണം, കൃത്യമായ വളം ഇടണം. അല്ലാണ്ട് 24 മണിക്കൂർ അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് അത് വളരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇതേപോലെ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. വളർന്നോളും. ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ അളവിൽ തന്നെ വളർന്നോളും. ഒരു ചെടിക്ക് കൃത്യമായ സൂര്യവെളിച്ചം കിട്ടിയില്ലെങ്കിൽ എവിടെയാണോ സൂര്യവെളിച്ചം വരുന്നത് അങ്ങോട്ടേക്ക് ചാഞ്ഞ് അത് പോകും. ഇതേപോലെ കുട്ടിക്കും എവിടുന്നാണ് കിട്ടുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നില്ല, വേറെ എവിടെ നിന്നൊക്കെ കുട്ടിക്ക് അതല്ലാതെ കുറെ അവയർനെസ് കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ അവയർനെസ്സിലോട്ട് കുട്ടികൾ മാഞ്ഞു പോകും, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് കുട്ടികളെ ഈ പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആവശ്യമില്ല. അവര് സ്മാർട്ടായിട്ട് നമുക്കൊരു കുട്ടിയെ ഒരു കുട്ടി വളരണം, നല്ല നല്ല മനുഷ്യനായിട്ട് വളരണം. നല്ല മനുഷ്യനായിട്ട് കുട്ടി വളരാൻ വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മാത്രം കൊടുക്കുക. അതാണ് നമ്മൾ പാരന്റിങ് സ്റ്റൈൽ ഒരുപാട് പറയുന്നുണ്ട്. അവിടെ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അച്ഛൻ അമ്മ ഇവരുടെ വാല്യൂസ് എന്താണ്. എപ്പോഴും നമ്മൾ പറയാനല്ലേ, നമ്മളിപ്പോ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നില്ല. അക്കാഡമിക് സിസ്റ്റത്തിൽ നിന്ന് എപ്പോഴും അക്കാഡമിക്സ് മാത്രമേ കിട്ടുള്ളൂ, പ്രാക്ടിക്കൽസ് കിട്ടുന്നില്ല. അക്കാഡമിക്സ് കിട്ടുന്നതോടെ തന്നെ കുട്ടി ഏറ്റവും ഹൈ പൊസിഷൻഡ് ആയി എന്ന് തെറ്റിദ്ധരിക്കുന്ന മാതാപിതാക്കൾ ഇന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, അല്ലെ? പണ്ടൊക്കെ പിന്നെ അത് അറിയാത്ത കാര്യമാണ്. പക്ഷെ ഇന്ന് നമുക്ക് അറിയാം, അക്കാഡമിക്സ് മാത്രം കിട്ടിയതുകൊണ്ട് കുട്ടികൾ വളരുന്നില്ല, അവർ വളർച്ച മുരടിച്ചു പോകും. കാരണം അറിവുകൾ എന്ന് പറയുന്നത്, അറിവ് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആകുന്നു അതിനനുസരിച്ച് നമ്മുടെ വളർച്ച. ഒരുപാട് അറിവ് കിട്ടി എന്നുള്ളത് നമ്മൾ വളരുന്നില്ല, ആ അറിവുകൾ യൂസ്ഫുൾ ആയിരിക്കണം. എനിക്ക് കിട്ടുന്ന ഓരോ അറിവും എനിക്ക് യൂസ് ചെയ്യേണ്ട അറിവുകളാണോ, സോ എനിക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, നല്ല ഗ്രോത്ത് ഉണ്ടാവും. എനിക്ക് കിട്ടുന്ന അറിവുകളൊന്നും എനിക്ക് ഉപയോഗപ്രദമല്ലാത്ത അറിവുകളാണോ, എന്നാൽ പിന്നെ പ്രത്യേകിച്ച് ഉപകാരങ്ങൾ ഇല്ലാതാണ്. അപ്പോൾ ഒരു മകനെ ഒരു മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തായിക്കോട്ടെ, അവർ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും അതിനൊക്കെ വേണ്ട റിവാർഡ്സ് വാങ്ങിച്ചു കൊടുക്കലൊക്കെ വേണം. പക്ഷെ അതെല്ലാം ഇവർക്ക് അവയർനെസ് കൊടുത്തിട്ട്, ഇപ്പോഴും നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക, നീ എക്സാം പാസ് ആയതുകൊണ്ട് ഗിഫ്റ്റ് തരുന്നതല്ല. ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആക്കി വെക്കുക. നേരത്തെ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് പകരം അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയി കൊടുക്കുക. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് അതിലുണ്ടാവും. അതൊരു കാര്യം. രണ്ടാമത്തത്, എക്സാം എഴുതുന്ന എന്തിനാണ്, പഠിക്കുന്ന എന്തിനാണ് എന്നുള്ളതൊക്കെ അവയർനെസ് കുട്ടിയിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക.
അങ്ങനെ ചെറുപ്പം തൊട്ടേ കുട്ടിയിൽ ആ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4-5 ക്ലാസ്സിലും 6 ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കിനെ കുട്ടിക്ക് ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്ത് വരും. എന്താകണം, ആ എന്താകണം എന്നുള്ള വിഷന് ഏകദേശം 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കിന് അതിന്റെ ഒരു ഭയങ്കര രൂപം കിട്ടിയിട്ടുണ്ടാവും. കാരണം അതിന് പാരന്റ്സ് നല്ല ഹെൽപ്ഫുൾ ആയി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കിന് 10ാം ക്ലാസ് ആകുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ കൃത്യമായ ഇന്റഗ്രേഷൻ ആയിട്ടുള്ള പഠനങ്ങൾ വേണോ, ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കണോ, അല്ലെങ്കിൽ ഞാൻ സെൽഫിലായിട്ട് പഠിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വേറൊരു മേഖലയിലേക്ക് തിരിയണോ, ഇതൊക്കെ 10ാം ക്ലാസ്സിന് കുട്ടിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ നമ്മളടക്കം 10ാം ക്ലാസ്സിൽ എത്തിയത് തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇനി അവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ പോവാ അതും അറിഞ്ഞൂടാ. അവർ കാരിയർ ഗൈഡൻസ് ഒക്കെ വരും. അങ്ങനെ കരിയർ ഗുരും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറെ അസസ്മെന്റ് ഒക്കെ ഇവൻ ഐക്യു ഒക്കെ ഉണ്ട്, ഇവൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഐക്യു എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഐക്യു ഉണ്ട്. ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ കുട്ടികളുടെ വളർച്ച. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഇമോഷണൽ കോൺഷ്യൻ, EQ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ EQ ഒക്കെ ഇപ്പൊ ഇന്നത്തെ പല സ്കൂളുകളും അത് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ മെത്തേഡ്സ് ചെയ്യുന്നുണ്ട്. ഓരോ സ്കൂളുകളും കുട്ടികൾക്കും ടീച്ചേഴ്സിനും പാരന്റ്സിനും വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് വളരുന്നുണ്ട്. പക്ഷെ കുട്ടികളിലേക്ക് കൃത്യമായ ധാരണ പോയിട്ടില്ല, പാരന്റ്സിലോട്ടും കൃത്യമായ ധാരണ പോവാത്തതുകൊണ്ട് തന്നെ ഇന്നും കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം വളരെ കാണുന്ന ഒരു കാര്യം. അപ്പൊ EQ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുട്ടികളെ ഇമോഷൻസിനെ, വികാരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് അവയർനെസ് എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. അപ്പൊ ഇവിടെയാണ് നമ്മൾ സ്റ്റൈൽ ഓഫ് പാരന്റിങ്ങിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ കുട്ടികളുടെ അനുസരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തത്, നമുക്ക് പല കേസുകൾ പല സ്റ്റഡീസിലും കാണുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ ഇറിറ്റേഷൻ കൂടുന്നു, കുട്ടികൾ ഭയങ്കരമായി വാശിയുള്ള കുട്ടികളായി മാറുന്നു, അവർക്ക് പുറത്തുള്ള എക്സ്പോഷർ വളരെ കുറയുന്നു, എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഇല്ലാണ്ടാവുന്നു, പുറത്ത് സുഹൃത്തുക്കളായിട്ടുള്ള സംസാരങ്ങൾ കുറഞ്ഞു വരുന്നു, പാരന്റ്സിനായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ കുറഞ്ഞു വരുന്നു. ഇതെല്ലാത്തിനും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പലപ്പോഴും പറയാം ഓവർ എക്സ്പോഷർ ഓഫ് ദ മൊബൈൽ സ്ക്രീൻ ടൈം. പല സംഭവങ്ങൾ ഓവർ എക്സ്പോഷർ, ആ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവർ എക്സ്പോഷർ, അല്ലാണ്ട് ഫോൺ എടുത്തു എന്ന് പറഞ്ഞ കുട്ടിക്കൊന്നും പറ്റില്ല, TV കണ്ടു ഇരുന്നുകൊണ്ടൊന്നും പറ്റാൻ പോകുന്നില്ല. ഓവർ എക്സ്പോഷർ, അത് മാത്രമായിട്ടിരിക്കുക, എപ്പോഴും ഒരു ഫോൺ മാത്രമായിട്ടിരിക്കുക, എപ്പോഴും TV മാത്രമായിരിക്കുക. എപ്പോഴെങ്കിലും ഒരു സിനാരിയോ വന്നു, ഒരു സിറ്റുവേഷൻ വന്നു, ചിലപ്പോൾ വീട്ടിൽ ആർക്കും പറ്റുന്നില്ല, വയ്യാണ്ട് കിടക്കുകയാണ്, ആ സമയത്ത് നമുക്ക് ഫോൺ കൊടുത്തു, അല്ലെങ്കിൽ കുട്ടിയെ പ്രത്യേകിച്ച് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. ഇതങ്ങനെയല്ല. പല സിറ്റുവേഷൻസിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതൊരു പ്രോഗ്രാം ആയി കൊണ്ടിരുന്നിട്ട് കുട്ടിക്ക് ഇത് വേണം എന്നുള്ള വാശി വരുമ്പോഴേക്കും തന്നെ ആ വാശി കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് കൊടുക്കുന്നവരുണ്ട്. അവസാനം ഫോണല്ലേ, കുട്ടികളല്ലേ, കണ്ടോട്ടെ, അതിനിപ്പോ എന്താ സംഭവിക്കാനുള്ളത് എന്ന് വിചാരിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ വരും, എങ്ങനെയെങ്കിലും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓവർ എക്സ്പോഷർ ആണ് ഇവിടുത്തെ പ്രശ്നം. ഒരുപാട് നേരം സ്ക്രീൻ ടൈം വരിക, ഒരു ദിവസത്തിന്റെ ഒരു 70% സ്ക്രീനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 50% പോയാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. 25% വരെ പോയാലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് ആ കുട്ടീനെ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ 75%-ഓളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം മാറ്റി വെച്ച് ബാക്കിയുള്ള സമയം. അപ്പൊ ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സ്കൂളുകൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയം, ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് എന്താ പണി ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ കളിക്കും, ഫോണിൽ TV കാർട്ടൂൺ കാണും, പല പരിപാടികൾ കാണും, ഗെയിം കളിക്കും, TV കാണും. ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ബാക്കിയുള്ള ഒരു ഞായറാഴ്ച ദിവസം, ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ ഇരുന്നുണ്ട്, ഒരു ഞായറാഴ്ച ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി സ്ക്രീനിലാണ്. അപ്പോൾ പുറത്തോട്ട് ഒരു എക്സ്പോഷർ കുട്ടികൾക്ക്, കാരണം സെൽഫിനെ പറ്റി പഠിക്കാന്, സെൽഫിനെ പറ്റി അറിയാന്, ഒരു സെൽഫ് ലേണിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്താണ്? എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. വീടിന്റെ പുറത്തോട്ട് ഇറങ്ങുക, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവണം, സംസാരിക്കണം, കുട്ടികൾ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അറിവുകൾ കിട്ടണം. ആ അറിവുകളെല്ലാം വീട്ടിൽ വന്ന് സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ അതിൽ തെറ്റും ശരികളും വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെയാണ് വളരുന്നത്. ഇങ്ങനെയാണ് ആ വളരലിൽ ആവശ്യമായ കാര്യങ്ങൾ, ന്യൂട്രിയൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വാല്യൂ ചെയ്യാൻ പറ്റും, സെൽഫ് വാല്യൂ ഉണ്ടായിക്കൊണ്ടും. ഈ സെൽഫ് വാല്യൂന്നും സെൽഫ് റെസ്പെക്റ്റ് എന്നുമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസ്പെക്റ്റും ഒബീഡിയന്റ് ഒക്കെ ആയി മാറുന്നത്, അനുസരണ ഉള്ള ഒരാൾക്കാരായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ അനുസരണ ഇല്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് കുട്ടികൾ കേൾക്കുന്നില്ല,
പറഞ്ഞാ ചെയ്യൂല, പറഞ്ഞാ കേൾക്കൂല, ബുക്ക് എടുത്താൽ തുടങ്ങൂല, വായിക്കൂല, അല്ലെങ്കിൽ ബുക്ക് തുറന്ന് അപ്പൊ കിടന്ന് ഉറങ്ങി തുടങ്ങും. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പറയുമ്പോൾ ആ ബുക്ക് എടുക്കുന്നത് എന്തിനാന്നോ എനിക്ക് വേണ്ടിയിട്ടാണെന്നോ എന്നും അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ? കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളാണ് അവർ വെറും കുട്ടികളായിട്ട് കാണുന്നത്. അവരും മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. അവർക്കും മനസ്സിലാവാനുള്ള ബോധ്യത്തിലെത്തിയിട്ടുണ്ട്. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഇവിടെ വന്നിട്ട് ഞാൻ കുട്ടിയോട് ആദ്യം ചോദിച്ചു എന്തെങ്കിലും പ്രണയം ഉണ്ടോ ചോദിച്ചു. അപ്പോഴേക്കിന് എന്താണ് ഫാദർ ചോദിച്ചു, അങ്ങനെയൊക്കെ 5ാം ക്ലാസ് കുട്ടിയോട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുട്ടിക്ക് അതെന്താ മനസ്സിലാവുക? കുട്ടി പറഞ്ഞത് വേറെ ഒന്നുമില്ല, കുട്ടികൾ പ്രണയത്തിനെ പറ്റി ഞാൻ വെറുതെ ചോദിച്ചു. പ്രണയം അങ്ങനെ ലവ് ആണ്, അങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിലും കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, സ്നേഹിക്കുന്നുണ്ട്, ഒരു ഭയങ്കര ലവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന കാര്യം കേട്ടിട്ട് ഫാദർ ആദ്യമായിട്ട് മേലോട്ട് നോക്കിയിരിക്കുക. കാരണം 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഏകദേശം 10 വയസ്സുള്ള കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരിയ്ക്കുന്നത് അവിടെ. ഇതുവരെ അതിനെപ്പറ്റി ഇവർ സംസാരിച്ചിട്ടൊന്നുമില്ല. കുട്ടിക്ക് അതിന്റെ ഒരുപാട് മിസ്കൺസെപ്റ്റുകളുണ്ട്. പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, ഇതിന്റെ ഡിഫറൻസ് ഒന്നും കുട്ടിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി വീട്ടുകാരിൽ നിന്ന് അത് കിട്ടുന്നിടത്തോട്ട് കുട്ടി എക്സ്പ്ലോർ ചെയ്യും. കാരണം നമ്മൾ മനുഷ്യൻ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. പുതിയ സാധനം ഇങ്ങനെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ, ആ ഒരു പ്ലഷർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, നമുക്ക് ഒരു ബിരിയാണി കഴിച്ചാൽ നല്ല രസം തോന്നിയ ഒരു ഹോട്ടലിൽ നിന്ന്, ആ ഹോട്ടൽ നമ്മളെ ഉള്ളിലുണ്ടാവും, ആ ബിരിയാണിയുടെ ടേസ്റ്റ് നമ്മളെ ഫീലുണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ ആ ഒരു നാട്ടിലോട്ട് രണ്ടാമത് വരാൻ ആഗ്രഹിക്കുന്നത് മിക്കവാറും ആ ബിരിയാണി കഴിക്കാനായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യപ്പെട്ട കാര്യം ഉണ്ടാവും. പക്ഷെ എന്നാലും രണ്ടാമത് ചിലപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം ആ ബിരിയാണി കഴിക്കണം എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ഇന്റൻഷൻ. കാരണം നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുന്ന ഇമോഷൻ എവിടെ നിന്നാണോ, എങ്ങനെയാണോ നമ്മളത് പ്ലഷർ തരുന്നത്, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്, നമ്മൾ വലിയ ആൾക്കാരായാലും അങ്ങനെ തന്നെയാണ്, കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു സ്പേസിൽ അത് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന ഭാഗങ്ങൾ എവിടെയാണ് അവിടെ എക്സ്പ്ലോറിങ് തുടങ്ങും കുട്ടികൾ. അവിടെ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കും. അപ്പൊ ആ പഠനത്തിലൊന്നും കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ ശരിയല്ലെങ്കിൽ, അവരെ 5 സെൻസ് ഓർഗൻസിലൂടെ അവർക്ക് കിട്ടുന്ന അറിവുകൾ, ഇൻഫോർമേഷൻസ് നല്ലതല്ലെങ്കിൽ അവർ അറിവുകൾ തെറ്റായി തുടങ്ങും. ആ അറിവുകൾ തെറ്റായി തുടങ്ങുമ്പോൾ അവരെ തിരിച്ചറിവുകൾ മാറി തുടങ്ങും. ആ തിരിച്ചറിവുകൾ മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചില പേരൻസ് പറയുന്നത് ശരിയായിട്ട് അവർക്ക് തോന്നില്ല. മറ്റോടത്ത് നിന്ന് സ്വയം എക്സ്പ്ലോർ ചെയ്ത സാധനം ഉണ്ടല്ലോ, അതാണ് ശരിയെന്ന് തോന്നുന്നത്. പിന്നെ പേരൻസ് പറഞ്ഞ അവർ സമ്മതിച്ചു തരില്ല. കാരണം അവർ സെൽഫ് എന്ന് കണ്ടെത്തിയ ഒരു സാധനമുണ്ട്, അതാണ് ശരിയെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് പറയേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ആ ഒരു വീട്ടിൽ എപ്പോഴും ആ ഒരു കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായ ഒരു 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 എന്താ പറയാ, ക്ലോസ്ഡ് സ്പേസ് എന്നാണത്. എന്തും നമുക്ക് സംസാരിക്കാം. കുട്ടിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഓരോ പ്രായത്തിലുണ്ട്. അത് കൃത്യമായി പാരന്റ്സിന് അറിയാത്തതിനെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആ തിരിച്ചറിവ് തെറ്റിയിട്ട് പിന്നെ അവരുടേതായ ഒരു ലോകത്തോട്ട് പോകുന്നത്. അവരുടേതായ ഒരു ലോകത്തോട്ട് എത്തിത്തുടങ്ങുമ്പോൾ ആ വീടിന് അവർക്ക് ചെറിയൊരു അഗ്രഷൻ ഫീൽ ചെയ്യും. വീട്ടുകാർ പറയുമ്പോൾ അവർക്ക് ഒരു ദേഷ്യം തോന്നും. അഡ്വൈസ് പറയുന്ന സമയത്ത് ഒരു വെറുപ്പ് തോന്നും. കാരണം എന്താ പറയുക, അവർ സെൽഫിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സെൽഫിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് വാല്യൂ അല്ല. കാരണം വാല്യൂവിനെ പറ്റിയിട്ട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അവരുദ്ദേശിച്ച വാല്യൂസ് ഇതൊക്കെ ആയിരുന്നു. ഇത് നേരത്തെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് വീട്ടുകാരോട് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നതെന്നോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ അറിവുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം പുറത്തുനിന്ന് പല ഭാഗത്ത് കിട്ടുമ്പോൾ അതിലെ തെറ്റുകളുണ്ടല്ലോ, ശരികളുണ്ടാവും, തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളൊക്കെ ശരികളാണെന്ന് ധരിച്ചിട്ട് ഇവർ ആ തെറ്റിദ്ധാരണയിൽ ജീവിച്ചു തുടങ്ങുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം മുതൽ പലപ്പോഴും നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ അവർ കയ്യിൽ നിന്ന് തെന്നിപ്പോവും. പിന്നെ പാരന്റ്സ് പറയുന്ന അഡ്വൈസസ് ഒക്കെ അവർക്ക് വെറുപ്പായിട്ട് ദേഷ്യമായിട്ടാണ് വരിക. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാക്ക് ഓഫ് ക്വാളിറ്റി ടൈം. ഞാൻ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ പോലെ പാരന്റ്സിനുള്ള ക്വാളിറ്റി ടൈം. എത്രത്തോളം കുട്ടികളിലേക്ക് ഒരു ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ, അത്രത്തോളം അവരുടെ ഈ തിരിച്ചറിവുകൾ, അവർ എക്സ്പ്ലോർ ചെയ്യുന്ന സ്പേസ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ എക്സ്പ്ലോറിങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരിലേക്ക് വരുന്ന അറിവുകൾ തെറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞ ലാക്ക് ഓഫ് ക്വാളിറ്റി ടൈം. കൃത്യമായ ക്വാളിറ്റി ആയ ഒരു ടൈം പാരന്റ്സ് കൊടുത്തേ പറ്റൂ. കാരണം പാരന്റ്സിന് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുക, ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ, ഞാൻ അവിടെ പോയിട്ട് എന്റെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞാൻ ഫോണും കൊണ്ടിരിക്കുകയാണോ, അത് ക്വാളിറ്റി ടൈം അല്ല. വീട്ടിലെത്തുന്നതോടെ തന്നെ പാരന്റ്സ് രണ്ടുപേരും ടൈം ഫിക്സ് ചെയ്ത് ആ ടൈമിന് മാക്സിമം അവരുടെ ഓഫീസ് വർക്ക്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം ഉണ്ട്. ആ ക്വാളിറ്റി ടൈം ഒരു വീട്ടിൽ കൃത്യമായി സ്കെഡ്യൂൾ ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത്. അത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല.
അത് വീട്ടിൽ നിന്ന് തന്നെ ആവാം. ആ ടൈമിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോവാം, പുറത്തൊരു പാർക്കിൽ ഇരിക്കാം, സംസാരിക്കണം, കാറിൽ പോകുന്ന സമയത്ത് സംസാരിക്കണം. ഈ ക്വാളിറ്റി ടൈം എങ്ങനെ യൂസ് ചെയ്യാം? പക്ഷെ അത് നിങ്ങൾ സംസാരിക്കാത്ത ഒരു എന്റർടൈൻമെന്റിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. സിനിമ കാണാൻ പോവുക അങ്ങനെയൊന്നും പറ്റില്ല. കാരണം അവിടെ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം. എല്ലാവരും പറയുന്നത് കുട്ടികളുമായി ഒരുമിച്ച് എൻജോയ് ചെയ്യുക, അതല്ല ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈമിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് എൻജോയ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അവയർനെസ് ആണ്. അവിടെ നിങ്ങൾ അവെയർ ആക്കിക്കൊണ്ടിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, എങ്ങനെയൊക്കെയാണ് മക്കൾക്ക് ഓരോ പ്രായത്തിൽ സംസാരിക്കേണ്ടത്. ഈ ധാരണയിലൂടെ അച്ഛനും അമ്മയും മക്കൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ആ ക്വാളിറ്റി ടൈം ഡെയിലി വേണമെന്ന് ഞാൻ പറയാം. ഡെയിലി വേണം നിർബന്ധമായിട്ടും. കാരണം ആ ഒരു ഹാഫ് ആൻ അവർ 1 അവർ അതിലൊരു 15 to 20 മിനിറ്റ്സ് സംസാരിക്കുക. ബാക്കിയുള്ള ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റർടൈൻമെന്റും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. അതിനുശേഷം മാത്രമേ അമ്മയുടെ ജോലിക്കും അച്ഛൻ്റെ ജോലിക്കും പോകാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, അവർ ഇമോഷൻസ് എവിടെയാണ് കിടക്കുന്നത്, അവർ സ്കൂളത്തെ കാര്യങ്ങൾ കേൾക്കും, അവർക്ക് കിട്ടിയ അറിവുകൾ അവിടെ ഷെയർ ചെയ്യും. അപ്പൊ മോനെ അതല്ല, അങ്ങനെയല്ല, അതങ്ങനെയല്ല കേട്ടോ, അതിന് സീരിയസ്നെസ് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. കാരണം എക്സ്പ്ലോർ ചെയ്യുന്ന പ്രായമാണത്. ആ പ്രായത്തിൽ പുറത്തു പോയി കിട്ടിയ അറിവുകൾ വീട്ടിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ആ എക്സ്പ്ലോറിങ് എക്സൈറ്റ്മെന്റിലായിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് കേൾക്കാൻ കഴിയും. അവർ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ വിഷയത്തെ നമ്മൾ അവരുടെ വിഷയത്തെ നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, നമ്മളോട് റെസ്പെക്ട് തോന്നും. അവർക്ക് വേണ്ടി സമയം, ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ റെസ്പെക്ട് ഉണ്ടാവുക. ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പിന്നെ അപ്പം ഇരുന്നിട്ട് കുറെ തർക്കിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടും പിന്നെ കുറെ അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്റെ കുട്ടിക്ക് ഒരുപാട് അഡ്വൈസ് കൊടുത്തില്ല. എപ്പോഴാണ് കൊടുക്കാറുള്ളത്? എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് കൊടുക്കുന്നത്. ഒരു പ്രശ്നം വരാത്ത സമയത്ത് ആ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതകളുള്ള സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവയർനെസ് കൊടുക്കേണ്ടത്. അവിടെയാണ് ശരിക്കും അഡ്വൈസ് അല്ല, അത് ഒരു ഉത്ബോധനമാണ്, ഒരു അവയർനെസ് ആണ്. എന്താണ് നീ ചെയ്യേണ്ടത്, ഈ കേട്ടത് എന്താണ്, ഈ ഒരു പ്രായത്തിൽ തോന്നുന്ന ചില സാധനങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ പറ്റി സംസാരിക്കണം. ഇപ്പൊ ഇന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക് ഉണ്ട്. മക്കളെ പറ്റിയിട്ടാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാണ്ട്. എന്തൊക്കെ 2025 തുടങ്ങിയ ശേഷം നമ്മൾ അതന്നെ കേൾക്കുന്നുള്ളൂ. സ്കൂളിലെ തല്ല് കേൾക്കുന്നു, വീട്ടില് കൊലപ്പെടുത്തുന്നു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരേ പ്രായത്തിലുള്ള പിള്ളേരുടെ ഒരു 20-25 വയസ്സിന്റെ താഴോട്ടം കണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ക്രിമിനൽ സ്വഭാവങ്ങളെ നമ്മൾ ഈ ഒരു 2025 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ഇല്ല എന്നുള്ളത് തന്നെ. അതിൽ ഒരു സ്പേസിലും നമുക്ക് നോക്കിയാൽ കാരണം അതിൽ ഓരോ ലൈൻ ടു ലൈൻ ഓരോ ന്യൂസിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കും. പാരന്റ്സ് തമ്മിൽ ഒരു ക്വാളിറ്റി ടൈം അവരുടെ ഇടയിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പാരന്റിങ് സ്റ്റൈലിന്റെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. ഓവർ എക്സ്പോഷർ സിനിമകളിലും മറ്റുള്ള മൂവി അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളിലേക്കും ഓവർ എക്സ്പോഷർ വരുന്നുണ്ട്. ക്വാളിറ്റി ടൈം അവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ കുട്ടികൾ പറഞ്ഞ അനുസരിക്കുക? അപ്പൊ കുട്ടികൾ അനുസരിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം തന്നെയാണ്. ആ ടൈമിലാണ് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. അവരെ റെസ്പെക്ട് ചെയ്താൽ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്തു പോകും. അവരൊക്കെ മനുഷ്യരായിട്ട് റെസ്പെക്ട് ചെയ്യണം. അല്ലാതെ എന്റെ കുട്ടിയാണ്, കുട്ടിയോട് നമ്മൾ എങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആവാൻ പാടില്ല, ഭയങ്കര ഹാർഡ് ആവാൻ പാടില്ല. ഒരു ന്യൂട്രാലിറ്റി അവരായിട്ട് മാനേജ് ചെയ്ത് പോകണം. ഒരു ന്യൂട്രൽ സ്വഭാവം നമ്മൾ എല്ലാ മനുഷ്യരായിട്ടും മാനേജ് ചെയ്ത് പോകണം. ആ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എനർജി ആണ് ഈ കുട്ടികളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 4മത്തെ ഒരു ഭാഗമാണ്, അത് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പൊ നമ്മളൊരു ക്വാളിറ്റി ടൈമിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ സംസാരിച്ചു. എന്ത് വിഷയങ്ങൾ സംസാരിക്കണം, എന്ത് കാര്യങ്ങളോട് നമ്മൾ സംസാരിക്കണം, ഏതൊക്കെ ഇമോഷണൽ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ. മക്കളെ ഇന്നൊക്കെ കണ്ടോ, നമ്മളിന്ന് പേപ്പർ വായിച്ചില്ലേ? എന്നൊക്കെ എന്റെ പാരന്റ്സ്, ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനായിരുന്നു അന്ന് അത് ചെയ്തെന്നുള്ളത്. പക്ഷെ ഇപ്പൊ അത് മനസ്സിലാക്കണ്ട്. അന്നൊക്കെ ഉപ്പ പേപ്പർ വായിക്കുന്ന സമയത്ത് അവിടെ പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് തരും, എന്നിട്ട് എന്നെ കൊണ്ട് വായിപ്പിക്കും. എനിക്ക് വായിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു സമയം. അപ്പൊ എന്നെ കൊണ്ട് വെറുതെ വായിപ്പിക്കും. അത് വായിച്ചേ, എന്നിട്ട് ഫുള്ളൊന്ന് വായിച്ചേ. തന്നല്ലേ, എന്നിട്ട് അങ്ങനെയൊക്കെ പ്രശ്നം നടക്കണ്ടില്ലേ, പിന്നെ അടുത്തത് വായിച്ചേ. വെറുതെ എന്നെ കൊണ്ട് അങ്ങനെ വായിപ്പിക്കും. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ എനിക്ക് ഓരോന്ന് വായിക്കുമ്പോഴും എന്റെ ഉള്ളിൽ പല ഇമോഷൻസും വരുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി വെറുതെ ഒരു ബ്രീഫ് എന്റെ ഫാദർ എനിക്ക് തരും. അപ്പൊ അങ്ങനെ തരുന്ന സമയത്ത് പലപ്പോഴും അന്ന് എനിക്ക് ചിലപ്പോൾ അത് ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും മെല്ലെ 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 ആ വായന എനിക്കൊരു രസമായി മാറിയിട്ടുണ്ടായിരുന്നു.
കാരണം അങ്ങനെയാണ് എന്നെ ശീലിപ്പിച്ചത്. നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു സ്വഭാവത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാക്കി മാറ്റി തരികയാണ്. അപ്പൊ അവിടെയൊക്കെയാണ് ഈ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്ന ഡിഫറൻസ് വരുന്നത്. ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് അവിടെ. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ക്വാളിറ്റി ടൈം പ്ലസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഏത് വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള ബോധ്യം പാരന്റ്സ് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് അതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കുട്ടിയാണ്, ചെറിയ കുട്ടികളോടൊപ്പം അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ നമുക്ക് പലതും തോന്നും. നമ്മളെ കുട്ടി മാത്രമേ ഈ ലോകത്ത് ചെറിയ കുട്ടിയായിട്ട് ഉണ്ടാവുള്ളൂ. ആ പ്രായത്തിലുള്ളവരെയൊക്കെ അവിടെ പോയിട്ടുള്ള തോന്നിവാസങ്ങൾ മൊത്തം ചെയ്ത് കൂട്ടുന്നുണ്ടാവാം. 10 വയസ്സിലും 12 വയസ്സിലും കുട്ടികളെ കൊണ്ടും ലഹരി കടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര സീരിയസ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ചെറിയ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ലഹരി യൂസ് ചെയ്യുന്ന കുട്ടികൾ ലഹരി യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ലഹരി യൂസ് ചെയ്തിട്ടുണ്ട്. MDMA യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പാരന്റ്സിന് അറിയാണ്ട് പോയി? അപ്പൊ പാരന്റ്സിന് അറിയാത്ത രീതിയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികളെ മാത്രമല്ല തെറ്റുകാര് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ള അറിവുണ്ടാവണം. കാരണം അവിടെ ഒരു ക്വാളിറ്റി ടൈം, കുട്ടികൾ ചിലപ്പോൾ 7 വയസ്സ് മുതലേക്ക് കുട്ടി നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ആ 7 വയസ്സ് വരെ കുട്ടികൾ ആരെ കയ്യിലായിരുന്നു? എന്തുകൊണ്ടാണ് കുട്ടികൾ സ്വന്തം ശരീരം മറന്നിട്ട് ഇപ്പൊ കുട്ടികൾ പെരുമാറാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന് പറയാണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം ഇഷ്യൂസ് വീട്ടിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വീട്ടുകാർ ഒരുമിച്ചുണ്ടാകും എന്നൊരു വിശ്വാസമുള്ള കുട്ടി അത് വീട്ടിലൊന്ന് പറയൂലേ? വീട്ടിലൊന്ന് പറയാൻ പേടിയാണ് കുട്ടികൾക്ക്. എങ്ങനെ വിചാരിക്കും, അവരെന്താ ചെയ്യുക, അടിക്കുവോ ചെയ്യോ, ഇങ്ങനൊക്കെ ഒരു പേടിയാണ്. അതുകൊണ്ട് അത് അതോടങ്ങ് തീർന്നോളും, ഇനി അങ്ങോട്ടേക്ക് പോകണ്ടെന്നും പറയാനുള്ള വിശ്വാസത്തിലേക്ക് കുട്ടികളെ ഒഴിഞ്ഞു മാറുക. പക്ഷെ ഒരു വട്ടം ഉപയോഗിച്ച കുട്ടിക്ക് ചിലപ്പോൾ പിന്നെ ഉപയോഗിക്കാൻ തോന്നും. അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഈ കൊടുത്തൂര് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ കുട്ടിയെ തന്നെ അപമാനിച്ചുകൊണ്ടും ആ കുട്ടികളെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടും പിന്നെയും പല പണികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു തവണ കുട്ടിക്ക് വീട്ടിലൊന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾ പറയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ചെറിയ പ്രായം മുതലേ കുട്ടികൾ ഈ തോന്നിവാസത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു അവയർനെസ് കൊടുക്കേണ്ട, ഒരു നല്ലൊരു ഇമോഷണൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യേണ്ട വീട്ടിൽ നിന്ന് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതിനെയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ്. ഈ കുട്ടികൾ ഇപ്പൊ അതും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതൊന്നും മനസ്സിലാവില്ല. അതാണ് ബ്രേക്ക് ചെയ്യുക. എപ്പോ പറഞ്ഞാലും കുട്ടികൾക്ക് എന്താ മനസ്സിലാവണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനാണ് ജനറേഷണൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഈ പ്രായത്തിൽ ഒരു 20 വയസ്സായ സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവുക എന്നുള്ളത് 50 വയസ്സായി നമ്മൾ പാരന്റിന് ഒരിക്കലും മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഓരിങ്ങനെ പറയും, നമുക്ക് മനസ്സിലായ പല കാര്യങ്ങളും ഓർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളെ കുട്ടിയിലോട്ട് പോകുമ്പോഴും അവിടെ ജനറേഷണൽ ഡിഫറൻസ് ഉണ്ട്. ആ ജനറേഷണൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവർ മനസ്സിലാക്കുന്ന ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അവരെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള ധാരണ മാറണം. എന്നെക്കാളും എത്രയോ ചെറുതാണ്, അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവ് പ്രാപ്തിയായിട്ടില്ല എന്നുള്ളൊരു ചിന്തകളെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ഓരോ സമയത്തും അവർക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് പാരന്റിങ് സ്റ്റൈൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഓക്കെ, പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പറയാനുള്ള സാധനമാണ്, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമാണ് മോഡലിംഗ്. കുട്ടികൾക്ക് മോഡലിംഗ് ആവുക. കാരണം ഇതൊക്കെ ചെയ്യണ ഒരു പാരന്റ് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, മാതാപിതാക്കൾ എപ്പോഴും ഫൈറ്റ് ആണ്. ഇവരെങ്ങനെ പ്രശ്നക്കാരുണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ നന്നാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഫാദർ എപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ്, കുട്ടികളുടെ സ്വഭാവം മാറി എന്നാണ്, കുട്ടികൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മോഡലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ആരെയാണോ മോഡൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും കുട്ടികൾ ആദ്യത്തെ മോഡൽ മിക്കവാറും അച്ഛനും അമ്മയായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കും. അപ്പൊ ഇവര് രണ്ടുപേരുടെ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ, ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ, അതിനനുസരിച്ചിരിക്കും കുട്ടികളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ബേസ്മെന്റുകൾ, ഫൗണ്ടേഷൻസ്. ആ ഫൗണ്ടേഷൻസിൽ എപ്പോഴും ഈ പറയുന്ന റെസ്പെക്ട് ഇല്ലായ്മകളും ദേഷ്യവും അതുപോലെ തന്നെ ഇംപേഷ്യന്റ് അല്ലെ, ഒരു തരത്തിലും ക്ഷമയില്ലാത്ത സ്വഭാവം, ഇൻകൺസിസ്റ്റന്റ് ആവും, ഡിസിപ്ലിൻ ഇല്ലാത്ത സ്വഭാവം, ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടു വളരുക. അപ്പൊ കുട്ടിയിലും ഡിസിപ്ലിൻ ഉണ്ടാവില്ല, റെസ്പെക്ട് ചെയ്യാൻ കുട്ടിക്ക് പറ്റില്ല, എപ്പോഴും ഇംപേഷ്യന്റ് ആയിരിക്കും, പേഷ്യൻസ് ഉണ്ടാവില്ല, ക്ഷമ ഉണ്ടാവില്ല, എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും, തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കും, ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, പക കാണിച്ചുകൊണ്ടിരിക്കും, ഒരു പാസീവ് അഗ്രഷൻ ഉണ്ടാവും കുട്ടിക്ക്. ഇങ്ങനെ പോയി പല തരത്തിലുള്ള കുട്ടികൾക്ക് പലതരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും.
അപ്പൊ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ അനുസരണമില്ലായ്മ എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ലാക്ക് ഓഫ് എന്താണ് പാരന്റിങ് സ്റ്റൈൽ, ഒരു നല്ലൊരു പാരന്റിങ് സ്റ്റൈൽ, ഒരു ചേഞ്ച് ഓഫ് പാരന്റിങ് സ്റ്റൈലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ലാക്ക് ഓഫ് ക്വാളിറ്റി ടൈം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓവർ എക്സ്പോഷർ ഓഫ് സ്ക്രീൻ ടൈം നമ്മൾ പറഞ്ഞു. 4ാമത്തെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞു. 5ാമത്തെ മോഡലിംഗ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാറുണ്ട്. അപ്പൊ ഇതിന് ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ക്ലാസ്സിനെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായതും കൂടി പറയണേ. ഹലോ. യെസ്, പറഞ്ഞോളൂ. യെസ്, ഈ പാരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ടോക്കുകൾ ഞാൻ കഴിഞ്ഞ 5 കൊല്ലത്തിൽ കേട്ട് കഴിഞ്ഞു. പക്ഷേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്. അതുപോലെ മലയാളത്തിൽ പറയും, കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കതിരിൽ കൊണ്ട് വളം വയ്ക്കുന്ന പരിപാടിയാണ്. അതായത് പിള്ളേരെല്ലാം 8ഉം 10ഉം വയസ്സൊക്കെ ആയി, ഈ പാരൻസ് എല്ലാം ഒരു പരുവത്തിലാക്കിയവർ, ദേ ആർ നോട്ട് റോൾ മോഡൽസ്. എന്നിട്ട് ഇവരിതെല്ലാം പഠിച്ചിട്ട് നാളെ അവർ മാറിക്കഴിഞ്ഞാൽ ചിൽഡ്രൻ ദേ ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച്, ദേ വോണ്ട് ചേഞ്ച്. അതാണ് ഒരു റോങ് എക്സ്പെക്ടേഷൻ. ഐഡിയൽ റൈറ്റ് വേ ഓഫ് ഡൂയിങ് ഇസ്, ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അല്ല കല്യാണത്തിന് മുമ്പേ തന്നെ പാരന്റിങ്ങിനെ കുറിച്ച് കുറെ ക്ലാസ്സുകൾ കോളേജുകളിൽ തന്നെ, പാരന്റിങ്ങിനെ കുറിച്ച് അവർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിന് മുമ്പേ തന്നെ പാരന്റിങ്ങിനെ കുറിച്ച് ഒരു 5-6 ക്ലാസ് നടത്തി കൊടുക്കണം. അത് കുറച്ചറിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും അവർ അവസാനം കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം എങ്ങനെ വളർത്തണം എന്നുള്ളത് പിടികിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴേറി 35 വയസ്സ് ഒക്കെ 40 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ചെന്ന് എങ്ങനെയാണ് പാരന്റിങ്, യൂസ്ലെസ്. അതാണ് എൻ്റെ അഭിപ്രായം. ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻ. താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നെ ഫൈസൽ സാറേ, താങ്ക് യു. വേണുഗോപാൽ സാർ എന്ന് പറഞ്ഞാല് പിന്നെ MD ഡോക്ടറായിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ സാർ പറഞ്ഞതൊക്കെ, സാർ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ക്ലാസ്സും എടുക്കുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പക്ഷെ യൂനിസ് സാറിന്റെ ക്ലാസ്സിൽ സാർ ഒരു പേരന്റിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചാ സാർ ക്ലാസ് എടുത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എടുത്തത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. വളരെ താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇദ്ദേഹം അനിൽ ആരാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. സോ ഐ ഡോണ്ട് റിക്കോൾ. ഐ ആം നോട്ട് ഏബിൾ ടു. നമ്മള് പോസിറ്റീവ് കമ്മ്യൂണിലെ മാവേലിക്കര അനില്. അത് ഞാൻ ഇന്ററാക്ട് ചെയ്യാത്ത അധികം ഇന്ററാക്ട് ചെയ്യാത്ത എനിക്ക് കാര്യമായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. വേണുഗോപാൽ സാർ ഇപ്പം അമേരിക്കയിലാണ്, മകന്റെ കൂടെ അമേരിക്കയിലാണ്. വെളിച്ചപ്പാടല്ലാരും ഡോക്ടർ വേണുഗോപാൽ സാറിനെ അറിയാത്തവരാരില്ല. അങ്ങോട്ട് എല്ലാരും അറിയുന്നുണ്ടോ? ഇങ്ങോട്ട് അറിയാത്തവരുടെ കുഴപ്പമാണത്. യൂനിസ് സാറേ, നല്ലൊരു സെഷൻ. അപ്പൊ നല്ലൊരു ടച്ചിങ് സ്റ്റൈലിലാണ്. അപ്പൊ അതൊരു അനുഭവവേദ്യ രീതിയിൽ അത് കേൾക്കാനും അത് ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള വളരെ നല്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് ക്ലാസ് പോയത്. തന്നെയല്ല, നല്ല വളരെ സരളമായ ഭാഷയില് വലിയ വലിയ ഘോര പ്രസംഗങ്ങളൊന്നും ഇല്ലാതെ അവനവന്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവനവനെ എങ്ങനെയൊക്കെ അത് മോഡിഫൈ ചെയ്യാം, ഞാൻ ഏത് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് മാറേണ്ടത്, അത് എത്രത്തോളം ആവാം എന്നുള്ളൊരു കേൾക്കുന്നതിനൊരു സെൽഫ് അവയർനെസ്സും അവനവന്റെ സ്വന്തത്തെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാവുന്ന രീതിയിൽ മനോഹരമായ ഒരു സെഷൻ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഹലോ സാർ, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാനിപ്പോ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ വിംബിൾ അക്കാദമിയെ കുറിച്ചും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിലെ ഫ്രീ വെബിനാറിനെ കുറിച്ചും എല്ലാം ഞാൻ ജോയിൻ ചെയ്യും, ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങിയത് ഇപ്പൊ അടുത്താണ്. അപ്പോൾ ഇതിന്റെ കൂടാതെ ഞാനിപ്പോ പാരന്റിങ് എന്നുള്ളതിലേക്ക് വന്നത് എനിക്ക് 2ാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ് എന്ന് പറയാം. കാരണം നമുക്ക് ആദ്യമൊന്നും ഈ പാരന്റിങ് എന്താണെന്നോ അതിന്റെ വാല്യൂ എന്താണെന്നോ അറിവില്ലായ്മ കൊണ്ട്
സംഭവിച്ചു പോയതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പഠിക്കാൻ ശ്രമിച്ചതുമില്ല, നമുക്ക് അറിയേയില്ല. പക്ഷെ അത് മോള് ജനിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ ജനിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നിലുണ്ട്, മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുട്ടിയില് ചില വിഷയങ്ങൾ ഇമോഷണലി പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. പക്ഷെ അത് ഞാൻ ഇതിലേക്ക് വന്നപ്പം തന്നെ എനിക്കത് പിടികിട്ടി. അതുകൊണ്ട് തന്നെ മോളിപ്പോ പ്രോപ്പറായിട്ട് ഇങ്ങനെ കൺവേ ചെയ്തു പോകുന്നുണ്ട്. അതിന്റെ ഒരു വിഷമം കൂടി ഉണ്ട് എനിക്ക്. അത് പാരന്റിങ് സ്റ്റൈലൊക്കെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി നമ്മള് ഈ 3 വയസ്സില് 4 വയസ്സിന്റെ ഉള്ളിലൊക്കെ കൊടുക്കേണ്ട അറിവുകള് നമുക്ക് കിട്ടി തുടങ്ങുന്നത് കുട്ടിക്ക് 10, 11, 12 വയസ്സായി കഴിഞ്ഞാലാണ്. അപ്പോഴേക്കും ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമുക്ക് ബോധം വരുന്നത് കുട്ടിയെ എങ്ങനെയാ വളർത്തേണ്ടത്. അപ്പൊ അതിന്റെ ഒരു അറിവില്ലായ്മ തന്നെയാണ് എന്നെയും സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഞാനിപ്പോ അത് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും അവരുടെ ക്ലാസ്സുകളെയും ഒക്കെ ഞാൻ പല തരത്തിലുള്ള ആൾക്കാരെയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പിന്നെ യൂനിസാറിന്റെ ക്ലാസ് ഞാനിപ്പോ ഫ്രീ വെബിനാറിൽ കുറേ നമുക്കിതിങ്ങനെ വിട്ടുപോകാൻ പാടില്ല. ഇടയ്ക്കിങ്ങനെ കേട്ടാലേ എന്തെങ്കിലുമൊക്കെ ബോധത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുക്കടക്ക് പലതും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഇതില് കേട്ടപ്പോ വന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാല്, ഇപ്പോഴത്തെ കുട്ടികള് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പ്രധാനമായിട്ടും ഈ ഫോണുകളും പിന്നെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് വാതിലടയ്ക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണുകൾ നോക്കുക, ഇതാണ് പൊതുവെ. ഞാനൊരു ടീച്ചറും കൂടിയാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ അവര് പറയുന്നതും ഇതാണ്. അപ്പോ എനിക്ക് വിഷമം വരുമ്പോ ഞാൻ ആരുടെ അടുത്തും പോവുമൊന്നുമില്ല. ഒന്നെങ്കിൽ ഞാൻ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ മുറിയിലടച്ച് വാതിലടച്ചിരിക്കും. പക്ഷെ കുട്ടികൾക്ക് അറിയാം അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. പക്ഷെ അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് ഉള്ള ഒരു സൊല്യൂഷൻ കൂടി ഒന്ന് യൂനിസാർ, അവർക്ക് പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല രക്ഷിതാക്കൾക്കും അറിയില്ല. ഇപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ കേട്ട് തുടങ്ങിയതുകൊണ്ട്. പക്ഷെ പിന്നെ പുറത്തുള്ള ഒരു കുട്ടിക്ക് അവർക്ക് സ്വയം ഒരു അവയർനെസ് ഉണ്ടാവാനും ഈ സമയത്ത് ഇമോഷൻസ് ഇങ്ങനെ ഓവറായിട്ട് കടന്നു വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് യൂനിസാറിന്റെ ഇതുണ്ടെങ്കിൽ വളരെ ഉപകാരം. യൂനിസ് സാറേ, യൂനിസ്, ഞങ്ങള് ടീനേജ്, ഞാൻ ഇപ്പൊ റിട്ടയർ ചെയ്ത അച്ഛമാണ്. നല്ലൊരു കോളേജില് അത്യാവശ്യം ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടീനേജ് കുട്ടികള്, ഞാൻ പവർ പറയണ്ട, ക്ലാസ്സിൽ പൊതുവെ ശാന്തമാണ്. പക്ഷെ ഞാനത് എനിക്കത് അവര് നല്ല കുട്ടികളായിട്ട് സൂപ്പറായിട്ട് തോന്നണ കാരണം ഞാൻ അവരൊന്നിനും കുറ്റപ്പെടുത്താറില്ല. പക്ഷെ റെസ്പെക്റ്റും ഉണ്ട്. അപ്പൊ 2 മാസം ഞാൻ ലീവ് എടുത്ത് ചെന്നപ്പോ ഇവരെ പ്രിൻസിപ്പാളിന്റെ തൊട്ടടുത്ത റൂമിലേക്ക് ആക്കിയേക്കണ എന്നെ വിളിപ്പിച്ചു, ബഹളം വെച്ചിട്ട്. വടി എല്ലാം ഉണ്ട് ഇവരെ കയ്യില്. അപ്പൊ ഞാൻ വണ്ടി താഴത്തെടുക്കുമ്പോ മിസ് വരുമോ ഇല്ലേ എന്താ ഒന്നുമില്ല പറയ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരും, അടുത്ത മാസം 1-ാം തീയതി വരുന്നു. അപ്പൊ നോക്കുമ്പോ ഇവരെ കേൾക്കാൻ ആരുമില്ല. മനസ്സിലായ? തന്നെയുള്ള ഇവർക്ക് ക്ലാസ് എടുക്കണതിന് മുമ്പും ശേഷവും 5 മിനിറ്റ് കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പേരക്കോടയില് കോമ്പൗണ്ട് ഇല്ലല്ലോ സാറേ. അപ്പൊ അവർക്കൊന്നും ഇന്ററാക്ട് ചെയ്യാൻ സമയമില്ല. കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോകണം. അപ്പൊ പാഷനേറ്റ് ആയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കൊടുത്ത് പാടാനും ചിത്രം വരയ്ക്കാൻ നന്നായിട്ട് എഴുതി കൊടുക്കാത്ത സ്കില്ലുള്ള കുട്ടികള്. അപ്പൊ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഞാൻ അധ്യാപകരോടും പറഞ്ഞത്, അവരെ പാഷനേറ്റ് ആയ കാര്യങ്ങൾ എല്ലാ രചനയും ഈ സമയത്താണ് വരാ. വളരെ നല്ല ബുദ്ധിയാണത്. താങ്ക് യു സാർ. ഓക്കെ. അത് എന്താണ്, ഇത് ഈ പറഞ്ഞ അതേ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഇപ്പൊ കുട്ടികളിലേക്ക് നമുക്ക് എങ്ങനെ, ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം ഇമോഷണൽ റെഗുലേഷൻസ് ആണ്. കുട്ടികളെ എങ്ങനെ നമുക്ക് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇയാൾ പറഞ്ഞ പോലെ തന്നെ, ഇവര് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ടാലന്റിനെ, സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മളിപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ പലപ്പോഴും ഒരു ഇമോഷൻസിനെ പുറത്ത് കാണിക്കാൻ പറ്റാതെ, ആരടുത്തും പറയാൻ പറ്റാതെ, അത് പറ്റുന്നില്ല എന്നുള്ളത് തന്നെ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ ഫ്രീഡം ഇല്ല. അതായത് ഇമോഷണൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുട്ടികൾ ഇമോഷൻസ് പറയാണ്ടാവും.
അപ്പൊ ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ ഒരു ഇമോഷൻസ് നെയിമിംഗ് എന്നാ പറയാ, ഒരു നെയിമിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. എന്താണ് സങ്കടം വരുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ, ഒരു റെക്കഗ്നൈസിങ് എ നെയിമിംഗ് സിസ്റ്റം ഓഫ് ഇമോഷൻസ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഇമോഷൻസിനെ കാര്യങ്ങൾ പഠിപ്പിച്ച് എന്താണ് ഇമോഷൻസ്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, ഇങ്ങനെയുള്ള ഇമോഷൻസിന് പേര് പറഞ്ഞ് അവർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ തുടക്കത്തിലുള്ള ഒരു കുട്ടികൾ ജനിച്ചതിന് ശേഷം ആ വളർച്ചയിലൂടെ അവരെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. ഓൾറെഡി വളർന്നു കഴിഞ്ഞു, അത് അവർ ഒരുപാട് ട്രോമകളിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ട്രോമയിൽ നിന്നൊക്കെ ഇരുന്ന് ഇവര് ഉള്ളില് ഓൾറെഡി ഒരു ഇമോഷണൽ ഫ്രീഡം ഇല്ലാത്തൊരു സ്പേസിലേക്ക് ഇരിക്കുന്നുണ്ടാവാം. അതുപോലെ ഇമോഷണൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 2-3 സുഹൃത്തുക്കളുണ്ട്, ഇവരടുത്ത് നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അതിൽ 2-3 പേരുണ്ടെങ്കിൽ ഒരാളത്ത് നമുക്ക് എന്തും പറയാം, എന്തും സംസാരിക്കാം, എങ്ങനെയും പറയാം, എന്ത് പറഞ്ഞാലും ആ ആൾക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടും, ആ ആൾ കൃത്യമായി മറുപടി തരികയും ചെയ്യും. ഇതാണ് ഒരാളവസ്ഥ. പക്ഷെ ബാക്കി ഒരാളെന്ന് പറഞ്ഞു വെച്ചാൽ ഇയാൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഇച്ചിരി പ്രശ്നമാണ്. കാരണം ഇയാൾക്ക് നമ്മൾ പറയുമ്പോൾ 3 വട്ടം ആലോചിക്കണം എന്താ പറയേണ്ടത്, എങ്ങനെയാ. കാരണം ചിലപ്പോൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും, ഇങ്ങനെയുള്ള ഒരാൾ. അപ്പൊ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന ആരായിരിക്കും? എന്തും പറയാൻ പറ്റുന്ന ഒരാളത്തിൽ നമ്മൾ പറയാ. എന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാക്കുന്ന ഒരാളത്ത് നമ്മൾ പോയി പറയില്ല. ഈവൻ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഈ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലാത്ത, എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഒരാളടുത്താണ് നമ്മൾ ആദ്യം നമ്മളെ പ്രശ്നം പോയി പറയാം. ചിലപ്പോൾ ഇതായ മറ്റേ ആൾ അറിഞ്ഞാൽ തന്നെ നമ്മടത്തൊന്നും പറയുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ അയാൾ ചിലപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇമോഷണൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം. അത് എപ്പോഴും ഫസ്റ്റ് സ്പേസ് എന്നുള്ളത് വീടായിരിക്കണം. അത് വീടാക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടികളെ അത്തരം സ്റ്റേജിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇല്ലെങ്കിൽ അതാക്കി കൊടുക്കാൻ ഒരുപാട് ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ അപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ വെറുതെ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെറുതെ ചോദിച്ചാൽ തന്നെ അവൾക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലോട്ട് പോകും. എന്ത് പറഞ്ഞാലും ഇവനൊരു ഇമോഷൻ ഇല്ല, ഇവൻ എന്ത് പറഞ്ഞാലും അസാറില്ല, ശരിയാക്കാം, ഉഷാറാക്കാം, കൂടെ ഉണ്ട് എന്നൊക്കെ ഒരു 3-4 വാക്കും കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു ഇമോഷണൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാണ്. അത് 6 വയസ്സിലോ 7 വയസ്സിലോ 8 വയസ്സിലോ 10 വയസ്സിലോ 15 വയസ്സിലോ ഒക്കെ ആയാലും ഒരേ ഇമോഷൻ ആണ് നമ്മൾ മനസ്സിലാക്കണം. അത് മറക്കരുത്. 10 വയസ്സിലെ ഇമോഷനും 6 വയസ്സിലെ ഇമോഷൻസിന് ഇന്റൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ഇമോഷൻസ് ഒക്കെ സെയിം ആണ്. അപ്പൊ ആ സമയത്തും കുട്ടിക്ക് കൊടുക്കുന്ന ഒരു കെയർ ആൻഡ് ലവ് അത് എവിടെ നിന്നാണ് വരുന്നത്, അതിനനുസരിച്ചാണ് ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രീഡം വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. കാരണം ഒരു ആൾക്ക് ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ട് അതിന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാനും അത് എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് പറയാനൊക്കെ സ്പേസ് കിട്ടിയാൽ മാത്രമാണ് അവരതിനെ ഡെലിവർ ചെയ്യുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തത്, അത്തരം കാര്യങ്ങളിലൂടെ പിന്നെ അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാറ്റർ. രണ്ടാമത് സൊല്യൂഷൻസ് കൊടുക്കുന്നവർക്ക് ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വിടുക. അവർ എക്സ്പ്ലോർ ചെയ്യണം, വിശ്വസിക്കണം. അവർക്ക് വേണ്ട അവയർനെസ്സസ് കൊടുത്തിട്ട് അവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ആ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോഴും അവരെ നമുക്കൊന്ന് കാണാൻ പറ്റണം. നമ്മൾ കാണുന്നതിനപ്പുറത്തോട്ട് അവരെ നമ്മൾ തുടക്കത്തിൽ വിടാൻ പാടില്ല. നമ്മൾ കാണുന്നവർക്ക് ആദ്യം വിടുക, എന്നിട്ട് നമ്മൾ അവരെ വാച്ച് ചെയ്യുക, അവരെ എക്സ്പ്ലോർ ചെയ്യുക. ആ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവരറിഞ്ഞ കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് പാടാൻ ഇഷ്ടമാണോ പാടണം, വരക്കാൻ ഇഷ്ടമാണോ വരക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗീവ്നെസ് മെത്തേഡുകളും പഠിപ്പിച്ചു കൊടുക്കുക, ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് രണ്ടാമത്തെ മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതാണ് ഏറ്റവും ചാലഞ്ചിങ്. രണ്ടാമത്തത് കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നല്ല ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തെറാപ്പികളും നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡാണ് ഇമ്പോർട്ടന്റ്. കുട്ടികൾക്ക് ഇമോഷണൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. വീട്ടിൽ എന്തും വന്ന് പറയാൻ പറ്റണം. എന്ത് പറഞ്ഞാലും പാരന്റ്സിന് ബോധ്യത്തിലോട്ട് കോൺഷ്യസ് ആയിട്ട് ആ സാധനത്തെ എടുക്കുന്നതിന് ബോധ്യം ഉണ്ടായിരിക്കണം. കുട്ടി എന്തെങ്കിലും പറയുമ്പോഴേക്കിന് അതാണ് ചെയ്തത്, അങ്ങനെയാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഷൗട്ട് ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അതിനെ പെട്ടെന്ന് വെട്ടൊന്ന് തുണ്ട 2 എന്നുള്ള രീതിയിലേക്ക് അതിനെ മുറിച്ചിടാൻ പോകരുത്. കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുക, നല്ല രീതിയിൽ മറുപടികൾ കൊടുക്കുക. ഇപ്പൊ ഈ അടുത്ത് എനിക്കൊരു കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അമ്മയും മകളും ഭയങ്കര സുഹൃത്തുക്കളെ പോലെ, ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കര സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയും. അങ്ങനെ കുട്ടി ഇപ്പൊ ചെന്നൈയിലാണ് പഠിക്കുന്നത്, ഇവര് വേറൊരു നാട്ടിൽ, രണ്ട് നാട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവര് ചെന്നൈ നിൽക്കുന്ന മകൾക്ക് ചെറിയൊരു അഫെയർ ഉണ്ടായി. ഈ അഫെയറിന്റെ കാര്യങ്ങളും പാരന്റ് അറിയുന്നുണ്ട്. എല്ലാതും ലൈൻ ടു ലൈൻ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നത്, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാറ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അതും അമ്മ ചോദിച്ചിട്ടല്ല മകൾ അയച്ചു കൊടുക്കുന്നത്. മകൾക്ക് തന്നെ അതിങ്ങനെ ഒരു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്ന പോലെ ഇവരിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്.
അപ്പൊ അവിടെ കൃത്യമായ അവയർനെസ് അമ്മ കൊടുക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ അത് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ മകൾ അതിന് സ്റ്റോപ്പ് ചെയ്യാതെ ആ ഒരു വലിയൊരു അവസ്ഥ, മോശം അവസ്ഥയിലോട്ട് പോവാതിരിക്കാൻ മകൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ മകളും ഒരു സുഹൃത്തും കൂടെ ഇവരെ പുറത്തുനിന്ന് മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്നല്ലാണ്ട് പുറമേ നിന്ന് ഒരു ദിവസം മീറ്റ് ചെയ്തു, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞു. ഇവിടെ അമ്മക്ക് പെട്ടെന്ന് ഒരു പേടി. അങ്ങനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ എവിടെയെങ്കിലും പോവോ, ട്രിപ്പ് പോവോ, വീട്ടിൽ പോവോ, ഇവർക്ക് അമ്മക്ക് പെട്ടെന്ന് ഒരു പേടി. അതുവരെയുള്ള ഒരു വിശ്വാസത്തെ അമ്മ പെട്ടെന്ന്, അതുവരെ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രീഡത്തില് പെട്ടെന്ന് അമ്മ ഒരുപാട് പേടിച്ച് ചീത്ത പറയലും ഭയങ്കര ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ മകൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നു. പിന്നെ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അമ്മ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി, എനിക്ക് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത പോലെ പോയി, എന്തൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായി. അങ്ങനെ മകൾ കുറെ ദിവസം സംസാരിച്ചില്ല, നമുക്ക് അത് ഭയങ്കര സ്ട്രെസ്സായി. പിന്നെ അവർ രണ്ടുപേരെ വിളിച്ച് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുകയും ചെയ്തു. അവരിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു ബ്രേക്ക് വന്നാൽ പോലും മക്കൾക്ക് അത് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ആയിട്ട് വരും. അപ്പൊ മക്കൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരാത്ത രീതിയിൽ പാരന്റ്സ് അതിനെ ഡീൽ ചെയ്യുകയും നല്ല ഗൈഡൻസ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മക്കളെല്ലാം വന്ന് പറയും. എന്ത് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന് അപ്പുറത്തോട്ട് ഒരു പോയില്ല, കാരണം അവർക്ക് കൃത്യമായ അവയർനെസ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ. ഇമോഷണൽ ഫ്രീഡം വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക, സംസാരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എങ്ങനെയാണ് ജീവിതത്തെ കാണേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുക, ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, ഇതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, അങ്ങനെ 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 അവരെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഹലോ ഹലോ ഡോക്ടർ. സാർ, ഒരു കാര്യം കൂടെ, ഇതിനെ കുറിച്ച് ഈ കുട്ടികൾക്ക് സ്വയം ഉണ്ടാവേണ്ട അവരെ കുറിച്ചും കൂടെ ഒരു വെബിനാറോ ഒരു ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ മുൻപ് കൊടുത്തിരുന്നോ? അത് ഞാനിപ്പോ അടുത്താണ് ജോയിൻ കുട്ടികൾക്ക് വേണ്ട അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് 12 ഒരു 14 വയസ്സൊക്കെ ഉള്ള കുട്ടികളിലേക്കാണ് അവർക്ക് സെൽഫിൽ അവര് മനസ്സിലാക്കേണ്ട അവയർനെസ്സുകൾ വേണ്ടത്. അല്ലാതെ കുട്ടികൾക്ക് വേണ്ട ഒരു അവയർനെസ് പറയുമ്പോൾ അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അത് നമുക്ക് ചെയ്യാം. സാധാരണ സ്കൂളുകളിൽ നമ്മൾ കൊടുക്കുന്നതല്ലാതെ കുട്ടികൾക്ക് വേണ്ട ഒരു ഫ്രീ വെബിനാറുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ സാർ, അത് തന്നിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. നമുക്കൊക്കെ കുട്ടികൾ വന്ന് പറയുമ്പോ എന്താണ് അവരുടെ അടുത്ത് പറയേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. എന്തെങ്കിലും പറഞ്ഞ് പിന്നെ അറിയാതെ നമ്മൾ അതിൽ ഇടപെട്ട് പോയാല് അത് വേറെ നമ്മളെ വിചാരിക്കാത്ത എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ വരും. അപ്പോ പറയുമ്പോ നമ്മൾ മുഴുവൻ കേട്ടിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ്. വന്ന് പറയുമ്പോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് അടുത്തത് ചോദിക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും സ്കൂളിൽ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോ ഞാൻ അതിനെക്കുറിച്ച് ഒരു മനസ്സിലായി. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ്, പല പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്, പല ബുദ്ധിമുട്ട് കുട്ടികൾ പറയാറുണ്ട്. അതിനൊക്കെ മറുപടികൾ ഞാൻ കൊടുത്തിട്ട് തന്നെ പോരാറുള്ളത്. കാരണം അവർക്ക് വേണ്ട രീതിയിലുള്ള മറുപടികൾ ഞാൻ കൊടുക്കുമ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യും, അവർ ശരിക്കും മനസ്സിലാവും അതാണ് ശരി, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതിൽ മിക്കവാറും കുട്ടികൾക്ക് ഒരു പാസീവ് അഗ്രഷൻ ഒക്കെ ഉണ്ടാവും, വീട്ടുകാരോട് ഒരു ദേഷ്യം, അവരങ്ങനെ കാക്കി, അവര് മര്യാദക്ക് നോക്കാത്തതുകൊണ്ടാണ്, അവര് എപ്പോഴും സ്ട്രിക്റ്റ് ആണ്, സമ്മതിക്കൂല, അത് ചെയ്യൂല, ഇത് ചെയ്യൂല, അങ്ങനെ അവരോട് ഭൂരിഭാഗം കുട്ടികളും പേരൻസിനെ മാത്രം കുറ്റം പറയുന്ന കുട്ടികളാണ് എന്റെ മുന്നിൽ വരുന്ന മുഴുവനും കുട്ടികൾ. അതെ, അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ അവയർനെസ് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല അവർക്ക് എന്താണ് പാരന്റ്സ് എന്നോ എന്താണ് ഗൈഡൻസ് എന്നോ എന്നൊന്നും കിട്ടിയില്ല. കാരണം അവരുടെ ടൈം മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടുള്ള അവരുടെ സെൽഫ് എക്സ്പ്ലോറിങ്ങിലാണ്. നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ശരിയാണ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മണ്ടനായി മാറും. നമുക്ക് കിട്ടുന്ന അറിവുകളൊന്നും അതിൽ നല്ല അറിവുകളുണ്ട്, നല്ലതല്ലാത്ത അറിവുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സറൗണ്ടിങ്ങിലോട്ട് ഇറങ്ങുമ്പോഴാണ്, സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വരെ തിരിച്ചറിവുണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സൗന്ദര്യം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഒരു ഒരു പെണ്ണ് കാണാൻ പോയാൽ മതി, അപ്പൊ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഏകത്തുക സ്വഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് നമ്മളൊരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുമ്പോഴാണ്, നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴാണ്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു കൊളീഗ്സിന്റെ ഇടയിൽ പോകുമ്പോഴാണ്, കുട്ടികളുടെ ഇടയിൽ ഒരു സ്പേസിലോട്ട് പോകുമ്പോൾ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ പറ്റി ഒരുപാട് ധാരണകൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കിട്ടിയ എല്ലാ അറിവും ശരിയല്ല എന്നുള്ളത് നമുക്ക് ഇത്തരം സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴാണ് കിട്ടുക. കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടിയില്ലെങ്കിൽ അവരറിഞ്ഞ അറിവുകളെല്ലാം ശരിയാണ് അവർ ധരിച്ചു വെക്കും. ആ ധാരണയിലാണ് പാരന്റ്സിനെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ സാർ, ഹലോ താങ്ക് യു. ഡോക്ടർ. ഹലോ. യെസ് കേൾക്കാം. ഓക്കെ ഡോക്ടർ, സെഷൻ വളരെ ക്ലിയർ ആയിരുന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം നമ്മൾ പാരന്റിങ്ങിന് മുമ്പത്തെ ഡോക്ടറിന്റെ കുറെ സെഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ അനുസരണ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. കുട്ടികളെ എങ്ങനെ അനുസരിപ്പിക്കാം. അപ്പൊ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുട്ടികളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്, ഖത്തറിലാണ്. നമുക്കൊരു ക്യാമ്പിന്റെ സമയത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ അഡ്മിൻ ആണ്. അപ്പൊ ക്യാമ്പിന്റെ സമയത്ത് ഇങ്ങനെ ഒരു കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ കുട്ടിയുടെ അമ്മ അതേപോലെ ക്യാമ്പിന് വന്നിട്ടും കുട്ടി ഉച്ചയാകുമ്പത്തിന് ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് വയറുവേദനയാ. അപ്പൊ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് അവർ ആയത് കാരണം ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ട് കുട്ടി എല്ലാ ദിവസവും പോകുന്നുണ്ട്, ഞാൻ അറിയുന്നില്ല. അപ്പൊ 3-4 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്തോ ഇൻകൺവീനിയൻസ് കാരണം സെക്കൻഡ് അവർ എത്തിയപ്പോ കുട്ടി ഇതേപോലെ കരയുണ്ട്, വയറുവേദനിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോണം. അപ്പൊ എന്താണ് വരുന്നത്, രാവിലെ ഫുഡ് കഴിച്ചില്ല എന്ന വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ വയറ് വേദന അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാനപ്പോ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നം. അപ്പൊ ഒന്നുമില്ല, എനിക്ക് നല്ല വയറുവേദനയാണെന്ന്. എന്റെ ഉപ്പാനെ വിളിച്ച് വിട്ട്. അപ്പൊ വൈകിട്ട് ഉമ്മാനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ച് കുട്ടിക്ക് എന്താണ് പ്രശ്നം, വയറുവേദന അവന് ശരിക്കും ഉണ്ടോ, ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടോ ആൾക്ക് എന്നുള്ളത്. കാരണം ഡെയിലി വയറുവേദന ഉണ്ട് കുട്ടിക്ക്. അപ്പൊ ഉമ്മ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഹലോ 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 ഹലോ. കേൾക്കാം. ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ അവര് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി. വീട്ടിലെത്തിയപ്പോ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പാരന്റിനോട് എന്തെങ്കിലും അവന് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ സ്കൂളിൽ പോയാലും ഇതേപോലെയാണ്, വയറുവേദന എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വീട്ടിൽ വരും. അപ്പൊ ഇങ്ങനെ കുറെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടി ആ കുട്ടി ആ സമയത്ത് UKG-യിലാണ്. പക്ഷെ KG1 LKG പോയ സമയത്ത് കുട്ടി നോർമലി അവര് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഒന്ന് ഇതായി വരുന്നല്ലേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പൊ ആൾക്ക് ബാത്റൂം പോകാൻ വേണ്ടി പോയപ്പോ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ചിരിച്ചു. അപ്പൊ ആൾക്കത് ഭയങ്കര എംബ്രേസിങ് ആയി. അത് പക്ഷെ ആൾക്കൊരു ട്രോമ പോയാലായി. വീട്ടിൽ വന്ന് കുട്ടി പിറ്റേ ദിവസം മുതൽ ജമ്മുണ്ടെങ്കിൽ കുട്ടി സ്കൂളിൽ പോകില്ല, എല്ലാ ദിവസവും ഇത് തന്നെയാണ്. സ്കൂളിൽ നിന്ന് പിന്നെ ടീച്ചേഴ്സിന് കാര്യം കുട്ടിക്ക് മടി കാരണമാണെന്ന് മനസ്സിലായതാണ് പിന്നെ പാരന്റ്സിനെ വിളിക്കൽ നിർത്തി. അപ്പൊ അങ്ങനെ പാരന്റ് പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞു, ഞങ്ങൾ എന്ത് പറയാ, അതെല്ലാവരും ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി ആ സാധനം വിട്ടിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് സെക്കൻഡ് UKG കഴിഞ്ഞ ഒരു ക്യാമ്പിനാണ് ഞാൻ ഈ കുട്ടീനെ മീറ്റ് ചെയ്യുന്നത്. കുട്ടി അപ്പോഴും ഈ ഒരു ഫിയർ കുട്ടീന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒരു ദിവസം അപ്പൊ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട്, ഇങ്ങനെയല്ലേ എല്ലാവരും അങ്ങനെ വാഷ്റൂമിൽ പോകുന്നതല്ലേ, മിസ് പോകാറുണ്ട്, എല്ലാവരും പോയില്ല, അതിനെന്താ പ്രശ്നം. അവരൊക്കെ ചിരിച്ചപ്പോ എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു അത് അവർക്ക് അറിയാത്ത കാരണമാണ്, അവരും പോകുന്നതല്ലേ. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞോളൂ, അവരും പോവാറില്ലേ, അവർക്ക് അറിയാത്ത കാരണം അവര് ചിരിച്ചതല്ലേ, അല്ലാണ്ട് കളിയാക്കിയതല്ലല്ലോ. അപ്പൊ അവർക്കല്ലേ അറിയാത്തത്, അവരല്ലേ തെറ്റ് ചെയ്തത്. അതോടുകൂടി ആ കുട്ടി ക്ലിയർ ആയി. കുട്ടി സ്കൂളിൽ പോകാൻ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കുറച്ചുകൂടെ ഏജ് ആയിട്ട് ഇപ്പൊ ഒരു 14-15 ഏജ് ആവുന്ന കുട്ടികളില് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മുടെ അമ്മായിമാരൊക്കെ പറയുന്നതാണ്, പേടിയാണ് പിള്ളേരെ, എസ്പെഷ്യലി പെൺകുട്ടികൾ ഉള്ളത് ഭയങ്കര പേടിയാണ്. അവർക്ക് ഭയങ്കര സ്ട്രെസ്സാ, കുട്ടികളെക്കാട്ടിയും സ്ട്രെസ് അവർക്കാണ്. അപ്പൊ എന്താ ഓരോന്ന് കേൾക്കുമ്പോ പേടിയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ സമയത്ത് ആള് ഭയങ്കര വറീഡ് ആയിരുന്നു. ഉമ്മയുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് ഉമ്മാക്ക് അറിയില്ല. അപ്പൊ ഇവര് കസിൻസ് എന്റെ ബ്രദർ കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു. അവൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ചീത്ത പറയുന്നുള്ളതിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം നോർമലി എല്ലാവർക്കും ഉണ്ട്, എനിക്കും അക്കൗണ്ട് ഉണ്ട്, നീന്റെ എന്ത് ഞങ്ങളെ ഒന്നും ആഡ് ചെയ്യാണ്ടായി. അപ്പൊ അവൾ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ല ഫൈസത്ത്, ഞാൻ വെറുതെ തുറന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ യൂസ് ചെയ്യുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ വീട്ടിൽ ഉമ്മയും കൂടി അറിയണം, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ഉമ്മാനോട് പറയാം. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും, കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. പക്ഷെ ഈ കാണുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ യൂസ് ചെയ്തോ, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആളിപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആള് വീട്ടിൽ പറയില്ല, പക്ഷെ എന്നോട് പറയും ഇങ്ങനെ കാര്യം ഉണ്ടായി, എന്താ ചെയ്യേണ്ടിന്ന്. അപ്പൊ ഒരു നമ്മൾ വിചാരിക്കുന്ന മക്കൾക്ക് ഇതൊന്നും അറിയില്ല, പറയണ്ട, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മക്കൾ വഴിയേറ്റി പോവോ, ഇനി അഫെയർ ഉണ്ടാവോ, അല്ലെങ്കിൽ വേറെ ഇത് തന്നെയാണ് കറക്റ്റ്. ഇനി അവർക്ക് വേറെ എന്തെങ്കിലും അഫെയർ വരുമോ, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും. പക്ഷെ ആ ഒരു പോയിന്റ് ചെയ്തിട്ട് അവരോട് സംസാരിക്കാനുള്ള ധൈര്യം പാരന്റ്സിന് പലപ്പോഴും ഉണ്ടാവാറില്ല. അത് പറയാത്തതുകൊണ്ട് തന്നെ അവർ ആരോടാണോ ഇത്
പറയുന്നത് അവരോടായിരിക്കും പിന്നെ റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അതെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി നിങ്ങളുടെ അടുത്താ പിന്നെ പറഞ്ഞത്, കാരണം നിങ്ങളോടാണ് കുട്ടിക്ക് ആ ഇമോഷണൽ ഫ്രീഡം. അപ്പൊ അതെ നമ്മള് പാരന്റ്സ് കൊടുക്കേണ്ട ഇമോഷണൽ ഫ്രീഡം വേറെ ആരെയും കൊടുത്താൽ പിന്നെ അവർ അങ്ങോട്ടേക്ക് പോകും. അത് ആര് കൊടുത്തത്, ചിലപ്പോൾ നല്ല രീതിയിലേക്ക് ഒരാൾ, ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് നല്ല രീതിയിലാണ് കൊടുക്കുന്നത്, വേറൊരാൾ ചിലപ്പോൾ നല്ല രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിലോ മോശമായ രീതിയിലൂടെ അത് പോകും. അതായിരിക്കും കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുക കൂടുതലും. പാരന്റ്സ് കുട്ടികളെ കറക്റ്റ് ആയിട്ട് accept പിന്നെ ചെയ്യാം. സംശയം വെച്ച് സംസാരിക്കാറുണ്ട്. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംശയം വെച്ചിട്ട് മക്കളോട് പറയാറുണ്ട്. പക്ഷെ അപ് ടു ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇന്ന കാര്യങ്ങൾ തോന്നും, അത് ഫ്യൂച്ചറിൽ ഇങ്ങനെയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഒരാളോട് അട്രാക്ഷൻ തോന്നിന്നൊക്കെ ചിലപ്പോ ചില കുട്ടികൾ അങ്ങനെ ഉള്ളിൽ വെക്കാൻ അറിയാണ്ട് പറയുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ പറയുമ്പത്തിന് തന്നെ വീട്ടിലെന്താ പറയാ, നീ ഇനി പഠിക്കണ്ട, നീ നിർത്തിക്കോ, നിനക്ക് വേണ്ടി ജീവിതം വലിയൊരു ഇഷ്ടമാക്കും. അത് പക്ഷെ ഈ ഒരു പ്രായത്തിന്റെ ആണെന്ന് പറയാൻ ആരും ശ്രമിക്കാറില്ല. ഡോക്ടർ അത് സ്പെസിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേഷന്റെ കാര്യം വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മ്യൂണിക്കേഷന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അത് നമുക്ക് എല്ലാം കാരണം മനുഷ്യന്മാരെന്ന് പറയാൻ സംസാരിക്കാനുള്ളത്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നതിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നാവ് തന്ന മര്യാദയ്ക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അപ്പൊ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് നമ്മുടെ ഒരു യൂസ്ഫുൾ ആയ ഒരു സാധനത്തെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു ഭാര്യ ഭർത്താവ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു അച്ഛൻ മകൻ, ഒരു പാരന്റ്സ് അല്ലെങ്കിൽ മക്കള് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവും. സുഹൃത്തുക്കൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവും. പാർട്ട്നേഴ്സ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാ പോയിന്റിലും നമ്മൾ ജീവിതത്തിന്റെ എല്ലാ സ്പേസിലും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ഏത് പോയിന്റിലേക്കും നമുക്ക് ഇറങ്ങാനുള്ളൂ. അപ്പൊ ഒരു കുട്ടി മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയെ സംസാരിപ്പിക്കണം. അത്ര ഒന്നാമത്തെ മെത്തേഡ് അതാണ്. കുട്ടി സംസാരിക്കണം. പാരന്റ്സ് കുട്ടിയോട് സംസാരിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? കുട്ടി പാരന്റ്സ് സംസാരിച്ചിരിക്കണം. ഒന്നാമത്തെ മെത്തേഡ് അതാണ്. അത് ക്ലാരിറ്റി കൊണ്ടുവന്ന് അതിന്റെ എക്സിക്യൂട്ട് ചെയ്യണം. അത് എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ആദ്യം കുട്ടികൾ സംസാരിച്ച് തുടങ്ങണം. അതിനെന്താണോ വേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷമായിരിക്കണം പിന്നെ നെക്സ്റ്റ് മെത്തേഡ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക് യു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ ടൈം ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. ഇനിയും നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും ഇതേപോലത്തെ പാരന്റിങ് ടോപ്പിക്കുകൾ നമുക്ക് ഉണ്ടാവും. കുറച്ച് കാലത്തേക്ക് നമ്മൾ അത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം. ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടാവുന്നതാണ്. ഗ്രൂപ്പിൽ നമുക്കൊരു ചർച്ചകൾ, സാധാരണ ഗ്രൂപ്പ് നമ്മളിങ്ങനെ ഇനാക്റ്റീവ് ആക്കി ഓരോ കോഴ്സ് ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ പറയുക ചെയ്യുക. അതിനെല്ലാം നിങ്ങൾ ഗ്രൂപ്പ് യൂസ് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് തന്നെ നമുക്ക് ഇതിൽ വേണം. പാരന്റിങ് ഡിസ്കഷൻ പല തരത്തിലുള്ള, കാരണം അത് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകാൻ പറ്റും. മാക്സിമം അത് അങ്ങനെ പറ്റുന്ന രീതിയിൽ ഡിസ്കഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയാനുള്ളത്. സോ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു. താങ്ക് യു സർ.